ഹായ് മക്കളെ, റാൻസ് ലേണിംഗ് പോർട്ടലിൻ്റെ മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് SSLC ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ നമ്മൾ മദർ ടു സണ്ണിൻ്റെ ആ ഒരു ക്ലാസ്സൊക്കെ കഴിഞ്ഞ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ PYQ സ്റ്റാർട്ട് ചെയ്യും. യൂണിറ്റ് വൈസോ അല്ലാതെയോ ഒക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ നമ്മൾ PYQ സെക്ഷൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഏതായാലും ഇന്ന് അത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 1 ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിന്റെ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് SSLCക്കും അതുപോലെ മോഡൽ എക്സാമിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരിക്കൽ കൂടി ഒന്ന് നോക്കിയിട്ട് അതിന്റെ ആൻസേഴ്സ്, ജസ്റ്റ് ചെറിയ മോഡലുകളൊക്കെ ആൻസറുകളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ വിദ്യാർത്ഥികളെയും റാൻസ് ലേണിംഗ് പോർട്ടലിന്റെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ കാണാനും നിങ്ങളുടെ ആ ഒരു സമർപ്പണം ഉണ്ടല്ലോ, അതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. യൂണിറ്റ് 1 ഗ്ലിംസസ് ഓഫ് ഗ്രീൻ PYQ section. So as we know, the unit 1 contains 3 lessons അല്ലേ? എല്ലാ യൂണിറ്റിലും ഇംഗ്ലീഷ് ആ ഒരു ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ യൂണിറ്റിലും ഉള്ളതുപോലെ തന്നെ യൂണിറ്റ് 1 നമുക്ക് 3 ലെസൺസ് ആണുള്ളത് അല്ലേ? The first lesson, Adventures in a Banyan Tree, written by Ruskin Bond and it's a short story അല്ലേ? അതൊരു ഷോർട്ട് സ്റ്റോറി ആണ് എന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഓക്കെ ഫൈൻ. അപ്പോൾ ഈ ഒരു അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന് പറയുന്ന ആ ഒരു ലെസൺ, ഫസ്റ്റ് ലെസൺ. അത് കഴിഞ്ഞിട്ട് ദ സ്നേക്ക് ആൻഡ് ദ മിറർ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. സ്നേക്ക് ആൻഡ് ദ മിറർ റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ ആൻഡ് ഇറ്റ്സ് ഈസ് ഓൾസോ എ ഷോർട്ട് സ്റ്റോറി. അതും എന്ത് തന്നെയാണ്, ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അടുത്തായിട്ട് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോം നമുക്ക് പഠിക്കാനുണ്ടല്ലേ യൂണിറ്റ് 1 ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, വില്യം വേർഡ്സ്വർത്ത്. ഇത്രയും ലെസൺസ് ആയിരുന്നു നമ്മൾ യൂണിറ്റ് 1 അങ്ങ് ജൂൺ മാസത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടേം എക്സാം നിങ്ങൾ എഴുതി, അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ പ്രീ മോഡൽ എക്സാമുകളൊക്കെ എഴുതിയിട്ടുണ്ടാവും, യൂണിറ്റ് വൈസ് എക്സാമുകളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരു യൂണിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അഡ്വഞ്ചേഴ്സിനെ ബാനിയൻ ട്രീയിൽ നിന്നും സ്നേക്ക് ആൻഡ് മിററിൽ നിന്നൊക്കെ നിങ്ങൾ കണ്ടു അല്ലേ? അതുപോലെ തന്നെ ആ ഒരു പോത്തിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു സ്റ്റാൻസ വൈസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അപ്രിസിയേഷനും ഇതാണല്ലോ നമുക്ക് വരിക. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അപ്രിസിയേഷൻ എന്ത് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല, നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഏതായാലും ഓരോ ക്വസ്റ്റ്യൻസ് വീതം നമ്മൾ നോക്കുന്നു, ആ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ആൻസറിന്റെ ഒരു ചെറിയ മോഡലും നമ്മൾ പരിചയപ്പെടുത്തുന്നു. അതിലൂടെ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ സഹായിക്കുന്ന തരത്തിലുള്ള സെന്റൻസുകളും വേർഡ്സും ഒക്കെ ഈ ഒരു PYQ സെക്ഷനിൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു ഡിസ്കോഴ്സ് തന്നു കഴിഞ്ഞാൽ അത് നരേറ്റീവ് ആയിക്കോട്ടെ, റൈറ്റപ്പ് ആയിക്കോട്ടെ, കോൺവെർസേഷൻ ആയിക്കോട്ടെ, എന്തും തന്നെ ആയിക്കോട്ടെ, അതൊക്കെ എങ്ങനെ എഴുതണം എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കാനും ഈ ഒരു PYQ സെഷൻ, ഇംഗ്ലീഷിന്റെ PYQ സെഷൻ നിങ്ങളെ സഹായിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, കഴിഞ്ഞ വർഷം 2023 മോഡൽ ഫെബ്രുവരിയിൽ നടന്നിട്ടുള്ള മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. The boy in Adventures in a Banyan Tree observes everything in nature with a great interest. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന് പറയുന്ന ആ ലെസണിലെ നമ്മുടെ ബോയ് ഉണ്ടല്ലോ, അവന്റെ ആ ഒരു ചുറ്റുപാടിനെ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു വൈറ്റ് ഗ്രേ സ്ക്വിറലിനെയും അതുപോലെ തന്നെ ആ ഒരു ഫൈറ്റ്, ദ മങ്കൂസും കോബ്രയും തമ്മിലുള്ള ഫൈറ്റും അതുപോലെ തന്നെ ആ ഒരു വൈറ്റ് ബേബി സ്ക്വിറൽസിന്റെ ബർത്തും ഒക്കെ അവൻ നല്ല ക്ലോസ് ഒബ്സർവേഷൻ നടത്തിയിട്ടുള്ളത് നമ്മൾ കണ്ടു. Prepare a write-up detailing his experiences as described in the story. കഥയിൽ പറഞ്ഞിരിക്കുന്ന അവന്റെ ആ ഒരു അനുഭവങ്ങളെ ഒരു റൈറ്റപ്പ് ആക്കി മാറ്റാനാണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എസ്സേ ഓർ ലഘുലേഖ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും അല്ലേ? ഈ തന്നിരിക്കുന്ന ആ ഒരു വിഷയത്തിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മളുടേതായ രീതിയിൽ ആ ഒരു സമ്മറിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുക, റൈറ്റപ്പ് എന്ന് പറയുക. അപ്പൊ നമുക്കറിയാം 7 മാർക്കിനാണ് എന്ത് ചോദിക്കാറുള്ളത്, റൈറ്റപ്പ് ചോദിക്കാറുള്ളത്. ഒരു 120 ആൻഡ് എബോവ് വേർഡ്സ് എന്തെങ്കിലും വേണം ഒരു റൈറ്റപ്പ് എഴുതുമ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ടാവണം. അപ്പൊ അതിനനുസരിച്ച് എഴുതിയാൽ മാത്രമേ ഈ ഒരു 7 മാർക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ വെൻ യു റൈറ്റ് എ റൈറ്റപ്പ്, ഒരു റൈറ്റപ്പ് എഴുതുന്ന സമയത്ത് ദർ ഷുഡ് ബി ആൻ ഇൻട്രൊഡക്ഷൻ. നിർബന്ധമായിട്ടും പാരഗ്രാഫ് വൈസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. അങ്ങനെ എഴുതുന്ന പാരഗ്രാഫിൽ ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. നമ്മൾ എഴുതുന്ന ആ ഒരു എന്തിനെ കുറിച്ചിട്ടാണോ നമ്മൾ റൈറ്റപ്പ് എഴുതുന്നത് അതിനെ പറ്റി ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, കൊടുത്തിട്ട് വേണം അടുത്ത പാരഗ്രാഫ്, സെക്കൻഡ് പാരഗ്രാഫ് മുതൽ ആ ഒരു വിഷയത്തിലേക്ക് വിശദമായിട്ട് നമ്മൾ കിടക്കാനായിട്ട്.
അങ്ങനെ അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു 4-5 പാരഗ്രാഫ് നിങ്ങൾക്ക് കൊടുക്കാം. അവസാനത്തെ ആ ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫിൽ ആ എഴുതിയിട്ടുള്ള മൊത്തത്തിലുള്ള ആ ഒരു സംഗതിയുടെ ഒരു ഷോർട്ട് സമ്മറി പോലെ അതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. സോ അതോടൊപ്പം തന്നെ when you write a write-up you can give a headline. നിർബന്ധമായിട്ടും എന്ത് കൊടുക്കുക, ഒരു ഹെഡ്ലൈനും കൂടെ കൊടുക്കാൻ ശ്രമിക്കുക. ചില ക്വസ്റ്റ്യനിൽ എന്ത് തരാറുണ്ട്, ടോപ്പിക് തരും, അത് തന്നെ നിങ്ങൾക്ക് എന്തായിട്ട് കൊടുക്കാം, ഹെഡിങ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ മോഡൽ ഫെബ്രുവരി 2023 ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെ SSLC 2023 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2023 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യനും ഏകദേശം അങ്ങനെ തന്നെയാണ്. എന്താണ് ക്വസ്റ്റ്യൻ? ദ ബോയ് ഇൻ ദ സ്റ്റോറി അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എൻജോയ് സിറ്റിംഗ് ഓൺ ദ ബാനിയൻ ട്രീ റീഡിംഗ് ബുക്സ് ആൻഡ് വാച്ചിങ് ദ വേൾഡ് ബിനീത്ത് ഇറ്റ്. അഡ്വഞ്ചേഴ്സിന്റെ ബാനിയൻ ട്രീയിലെ ബോയ് അവന്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് എന്താ ചെയ്തിരുന്നത്, അവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്സ് ഒക്കെ വായിക്കുകയും അതുപോലെ തന്നെ തന്റെ ചുറ്റുപാടിനെ ഒബ്സർവ് ചെയ്യുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. The story describes vividly the sights and sounds of nature. പ്രകൃതിയിലുള്ള വിശദമായിട്ടുള്ള കാഴ്ചകളെയും അതുപോലെ തന്നെ സൗണ്ട് ശബ്ദങ്ങളെയും ഒക്കെയാണ് ആ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ റസ്കിൻ ബോണ്ട് നമുക്ക് പരിചയപ്പെടുത്തിയത്. ആരുടെ കാഴ്ചപ്പാടിലൂടെ? ബോയുടെ കാഴ്ചപ്പാടിലൂടെ. അപ്പോൾ പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ദ ടോപ്പിക് നേച്ചർ എ ട്രഷർ ഹൗസ് ഓഫ് നോളജ്. പ്രകൃതി എന്ന് പറയുന്നത് ഒരു നോളജിന്റെ, അറിവിന്റെ ഒരു നിധി കുംഭമാണ്, അല്ലെങ്കിൽ ഒരു ശേഖരം തന്നെയാണ് എന്ന് പറയുന്ന വിഷയം. നേച്ചർ എ ട്രഷർ ഹൗസ് ഓഫ് നോളജ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ബോയുടെ ഒബ്സർവേഷൻ കൂടി മുൻനിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ദ ഒബ്സർവേഷൻ ഓഫ് ഹിസ് സറൗണ്ടിങ്സ് ആൻഡ് ഹിസ് ജോയ് ഓഫ് എക്സ്പീരിയൻസിങ് നേച്ചർ. പ്രകൃതിയിൽ നിന്നും അവനുണ്ടായ സന്തോഷങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് ആ വിഷയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു റൈറ്റപ്പ് എഴുതേണ്ടത്. റൈറ്റപ്പിന് സ്വാഭാവികമായിട്ട് നമുക്ക് ഇത്തരത്തിൽ എന്ത് തരാറുണ്ട്, ഹിൻസ് തരാറുണ്ട്. അപ്പൊ എന്താണ്, മേക്സ് ഫ്രണ്ട്സ് വിത്ത് ദ സ്ക്യുറൽ, ആ ഗ്രേ സ്ക്യുറലുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. വാച്ചസ് എക്സൈറ്റിംഗ് ഫൈറ്റ് ബിറ്റ്വീൻ സ്നേക്ക് ആൻഡ് ദ മങ്കൂസ്, ആ ഒരു സ്നേക്കും മങ്കൂസും തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ച് നമ്മൾ പ്രതിപാദിക്കണം. ഇന്റർഫിയറൻസ് ഓഫ് ക്രോ ആൻഡ് മൈന, ആ ഫൈറ്റിലേക്ക് ആര് കയറി വരുന്നത്, മൈനയും ജംഗിൾ ക്രോയും കയറി വരുന്നത്. ആൻഡ് സ്ട്രേഞ്ച് കേസ് ഓഫ് ദ ഗ്രേ സ്ക്യുറൽ ആൻഡ് ദ വൈറ്റ് ഇവിടെ ഒരു മങ്കൂസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, വൈറ്റ് ഗ്രേ സ്ക്യുറൽസ്, വൈറ്റ് ബേബി സ്ക്യുറൽസിനെയാണ് ഉദ്ദേശിക്കുന്നത്, വൈറ്റ് റാറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ആൻഡ് മൈന സ്ട്രേഞ്ച് കേസസ് ഓഫ് ദി ഗ്രേ സ്ക്യുറൽ ആൻഡ് ദ വൈറ്റ് റാറ്റ്, അല്ലെ, വൈറ്റ് റാറ്റ്, ഗ്രാൻഡ് പോ വാങ്ങിയിട്ടുള്ള വൈറ്റ് റാറ്റിന്റെ ആ ഒരു കേസ്. ഓക്കെ, അപ്പൊ അത്തരത്തില് ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്തായിപ്പോ, ആ അഡ്വഞ്ചേഴ്സിന്റെ ബാനിയൻ ട്രീ എന്ന് പറഞ്ഞ ഷോർട്ട് സ്റ്റോറി ഇപ്പൊ കംപ്ലീറ്റ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ഹിൻസ് രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞു അല്ലെ. അപ്പോൾ അതിനെ എല്ലാം നമ്മൾ എന്തിലേക്ക് കൊണ്ടുവരണം, ഈ ഒരു റൈറ്റപ്പിലേക്ക്, ഈ ഒരു ടോപ്പിക്കിന്റെ കീഴിലേക്ക്, നേച്ചർ എ ട്രഷർ ഹൗസ് ഓഫ് നോളജ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരണം. അങ്ങനെ എഴുതുമ്പോഴാണ് അതെന്താവുന്നത്, ഒരു റൈറ്റപ്പായി മാറുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ റൈറ്റപ്പ് എഴുതുന്ന സമയത്ത് കഥയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത്, പക്ഷേ മുഴുവനായിട്ടും സ്റ്റോറി ആ ഒരു സമ്മറി ഇങ്ങനെ എഴുതി വെക്കാതെ നമ്മളുടേതായ രീതിയിലുള്ള സെന്റൻസുകളും മറ്റും കൊടുത്തുകൊണ്ട് വേണം നമ്മൾ എന്ത് എഴുതാൻ, ഒരു റൈറ്റപ്പ് എഴുതാനായിട്ട്. സോ അങ്ങനെയുള്ള ഒരു റൈറ്റപ്പിന്റെ മോഡൽ ഞാൻ കാണിക്കാം. ആ ഒരു മോഡലിലൂടെ ഒരു റൈറ്റപ്പ് എങ്ങനെ എഴുതണമെന്നും ഒരു റൈറ്റപ്പ് നിങ്ങളുടെ കയ്യിലേക്ക് എന്ത് ചെയ്യും, കിട്ടും. ദ ആൻസർ തുടങ്ങുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഹെഡിങ്? നേച്ചർ എ ട്രഷർ ഹൗസ് ഓഫ് നോളജ്. നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? എ ട്രഷർ ഹൗസ് ഓഫ് നോളജ് ആണ്. ഹെഡിങ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇവിടെ ട്രഷർ എന്നുള്ളതൊക്കെ ഒരു ടി ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റാം, ഹൗസ് ഇവിടെ എച്ച് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റാം, കെ എന്നുള്ളതും ഒരു ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൊടുത്തൊന്ന് ഭംഗിയാക്കാം കേട്ടോ. അപ്പോൾ ഇൻ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ by Ruskin Bond, the young boy is portrayed as a keen observer of nature, finding wonder and excitement in the various events that unfold around his favorite spot, the old banyan tree in his family's home in India. അല്ലേ, ഫ്രം ദ ബിഗിനിങ് ടു എൻഡ്, അവിടെ മുതൽ ഇവിടം വരെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഫുൾ സ്റ്റോപ്പ് വരുന്നത്. അപ്പൊ നമുക്ക് നിർത്തിയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. എന്താ, ഇൻ അഡ്വഞ്ചേഴ്സിന്റെ ബാനിയൻ ട്രീ റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. റസ്കിൻ ബോണ്ട് എഴുതിയിട്ടുള്ള അഡ്വഞ്ചേഴ്സിന്റെ ബാനിയൻ ട്രീയിൽ ദ യങ് ബോയ് ഈസ് പോർട്രേഡ് ആസ് എ, എന്താണ് പോർട്രേ ചെയ്യുക എന്ന് പറഞ്ഞാൽ വരച്ചു കാണിക്കുക, നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക. ആ ബോയിനെ എന്തായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്? എ കീൻ ഒബ്സർവർ, എ ക്ലിയർ ഒബ്സർവർ ഓഫ് നേച്ചർ. പ്രകൃതിയെ നല്ലപോലെ ഒബ്സർവ് ചെയ്യുന്ന, നിരീക്ഷിക്കുന്ന ഒരാളായിട്ടാണ് ആ ബോയിനെ നമുക്ക് പരിചയപ്പെടുന്നത്. ആൻഡ് ഹീസ് ഫൈൻഡിങ് വണ്ടർ ആൻഡ് എക്സൈറ്റ്മെന്റ് ഇൻ ദ വേരിയസ് ഇവന്റ്സ് ദാറ്റ് അൺഫോൾഡ്
around his favorite spot, the old banyan tree in his family's home in India. അവന്റെ ഇന്ത്യയിലുള്ള ഫാമിലിയിൽ ആ ഒരു കുടുംബത്തിൽ ആ വീടിന്റെ അടുത്തായിട്ടുള്ള ഓൾഡ് ബാനിയൻ ട്രീയിൽ, ആ ഓൾഡ് ബാനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ അവന്റെ എന്താണ്, ഹിസ് ഫേവറൈറ്റ് സ്പോട്ടാണ്, അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് അല്ലെ. ആ ഒരു സ്പോട്ടിൽ അവന്റെ മുന്നിലുണ്ടായ വേരിയസ് ഇവന്റ്സ് അല്ലെ, വളരെ എക്സൈറ്റിങ്ങും വണ്ടർഫുള്ളുമായിട്ടുള്ള ആ ഒരു ഇവന്റുകളെ വളരെ ഭംഗിയായിട്ട് ഇവിടെ നരേറ്റ് ചെയ്യുകയാണ് ആര്, റസ്കിൻ ബോണ്ട് ആരിലൂടെ, ആ ബോയിലൂടെ ചെയ്യുന്നത് എന്ന് പറയുന്ന ഫസ്റ്റ് ഒരു പാരഗ്രാഫ് ഞാനിവിടെ കൊടുത്തു. ഇനി നാളെ അടുത്ത പാരഗ്രാഫിലേക്ക് പോയി കഴിഞ്ഞാൽ the boy's keen interest in the natural world is evident from his close connection with the banyan tree itself. അപ്പോൾ ഞാൻ പറഞ്ഞു ബോയ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ കട്ട് ആയിട്ട് നമ്മുടെ നേച്ചറിനെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് അല്ലേ. സോ ദ ബോയ്സ് കീൻ ഇൻട്രസ്റ്റ് ഇൻ ദ നേച്ചുറൽ വേൾഡ്, പ്രകൃതിയും പ്രകൃതിയുമായി ബന്ധപ്പെട്ട ലോകത്തിനോട് നമ്മുടെ ബോയ്ക്കുള്ള ആ ഒരു താല്പര്യം എവിടുന്ന് നമുക്ക് മനസ്സിലാവും? ദാറ്റ് ഈസ് എവിഡന്റ് ഫ്രം ഹിസ് ക്ലോസ് കണക്ഷൻ വിത്ത് ദ ബാനിയൻ ട്രീ ഇറ്റ്സെൽഫ്. ബനിയൻ ട്രീയോട് ആ ബോയ് കാണിക്കുന്ന ആ ഒരു കണക്ഷനിൽ നിന്ന് തന്നെ പ്രകൃതിയെ അവൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. He not only considers it his domain but also establishes a unique friendship with a small gray squirrel living in its branches. അപ്പോൾ നമ്മുടെ ബാനിയൻ ട്രീ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഡൊമൈൻ ഓഫ് ദ ബോയ് അല്ലെ. ഗ്രാൻഡ് പേയുടെ ഡൊമൈനിൽ വീടും അതിന്റെ പരിസരവും, ദ ഹോം ആൻഡ് ദ ഗ്രൗണ്ട് വെയർ അണ്ടർ ദി ഡൊമൈൻ ഓഫ് ഗ്രാൻഡ് ഫാദർ എന്നാ പറയുന്നത്. ഗ്രാൻഡ് ഫാദറിന്റെ ആ ഒരു സാമ്രാജ്യമായിരുന്നു, അല്ലെങ്കിൽ അണ്ടർ വൺസ് കൺട്രോൾ, അദ്ദേഹത്തിന്റെ അധികാരത്തിലായിരുന്നു വീടും പരിസരവും ഉണ്ടായിരുന്നത്. എന്നാൽ ബനിയൻ ട്രീ പൂർണ്ണമായിട്ടും ആരുടെ കയ്യിലാണ്? ബോയുടെ കയ്യിലാണ് അല്ലെ. എന്നാൽ അത് മാത്രമല്ല, അവിടെ വെച്ചിട്ട് ഹി സ്റ്റാർട്ടഡ് എ യുണീക് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ സ്മാൾ ഗ്രേ സ്ക്വിറൽ ലിവിങ് ഇൻ ഇറ്റ്സ് ബ്രാഞ്ചസ്. ആ ബനിയൻ ട്രീയിൽ വന്നു പോകുന്ന ഒരു ഗ്രേ സ്ക്വിറലുമായിട്ട് ബോയ് എന്തും തുടങ്ങിയിട്ടുണ്ടായിരുന്നു? ഒരു ഫ്രണ്ട്ഷിപ്പും തുടങ്ങിയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. This connection grows deeper as the squirrel becomes familiar enough to take food directly from the boy's hand. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടക്കത്തിൽ ആ ഒരു സ്ക്വിറൽ വലിയ മൈൻഡ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് വളർന്ന് ബോയുടെ കയ്യിൽ നിന്ന് വരെ ആ ഒരു സ്ക്വിറൽ എന്ത് ചെയ്യാൻ തുടങ്ങി, ആഹാരം എടുത്ത് കഴിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് അത്രമാത്രം വളർന്നതായിട്ടും നമ്മൾ കണ്ടു. ഇനി the boy's interest in the squirrel reflects his genuine curiosity and willingness to form connection with the living creatures around him. ആ ഒരു ഗ്രേ സ്ക്വിറലിനോട് ബോയ് കാണിക്കുന്ന ആ അടുപ്പം എന്ന് പറയുന്നത് ഗ്രേ സ്ക്വിറൽ മാത്രമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ല സൂചിപ്പിക്കുന്നത്. പിന്നെയോ നമ്മുടെ ബോയ്ക്ക് എന്തിന് താല്പര്യമുണ്ട്? ഹിസ് ക്യൂരിയോസിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു ഫോം കണക്ഷൻ വിത്ത് ദ ലിവിങ് ക്രീച്ചേഴ്സ് അറൌണ്ട് ഹിം. തനിക്ക് ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളുമായിട്ടും ഈ ബോയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ വല്ലാത്തൊരു ക്യൂരിയോസിറ്റിയും അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റും താല്പര്യവും ഒക്കെ ഉണ്ട് എന്നും നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്ന അടുത്ത ഒരു പാരഗ്രാഫ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ the banyan tree with its red figs becomes a hub of activity during the spring. സ്പ്രിംഗ് സീസണിൽ ബാനിയൻ ട്രീയിൽ നിറയെ റെഡ് ഫിക്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബാനിയൻ ട്രീ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഇറ്റ് ബിക്കംസ് എ ഹബ് ഓഫ് ആക്ടിവിറ്റി. കുറേ പ്രവർത്തനങ്ങളുടെ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും പറഞ്ഞാൽ ദ സ്കാബ്ലിംഗ് ഓഫ് ബേർഡ്സ് അല്ലെ, പക്ഷികളുടെ ആ ഒരു കലഹത്തിനുള്ള ഏറ്റവും നല്ല സ്പോട്ടായിട്ട്, ഒരു ഹബ്ബായിട്ട് ഏത് മാറുന്നു? ആ ഒരു ബനിയൻ ട്രീ മാറിയതും നമ്മൾ കണ്ടതാണ്. Birds of all kinds flock into its branches, turning it into a lively and noisy gathering place. ഏറ്റവും ബഹളം നിറഞ്ഞ, ഏറ്റവും ഇറ്റ് ബിക്കം എ നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ് എന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഞാൻ അതിനൊന്ന് മാറ്റിയിട്ട് എന്താക്കി, ലൈവ്ലി ആൻഡ് നോയ്സി ഗാദറിംഗ് പ്ലേസ് എന്നാക്കി മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ റോട്ടിലെ നമ്മുടെ ബോയ് നിൽക്കുന്ന ആ ബനിയൻ ട്രീയുടെ താഴെ ഉള്ള ആ റോട്ടിലെ, അല്ലെങ്കിൽ ആ ബനിയൻ ട്രീ എന്ന് പറയുന്നത് ഏറ്റവും ബഹളം നിറഞ്ഞൊരു സ്ഥലമായിട്ട് ഏത് സീസണിൽ മാറും? റെഡ് ഫിഗ് ഉണ്ടാകുന്ന ആ ഒരു സ്പ്രിംഗ് സീസണിൽ മാറും എന്ന് പറയുന്നു മറ്റൊരു കാര്യം. ദ ബോയ് ഹാഡ് ബിൽറ്റ് എ പ്ലാറ്റ്ഫോം, അല്ലെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ദ ബോയ് ഹാഡ് ബിൽറ്റ് എ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് ദ ട്രീ ടു റീഡ് ബുക്സ് ലൈക്ക് ട്രഷർ ഐലാൻഡ്, ഹക്കിൾബറി ഫിൻ, മൗഗ്ലി സ്റ്റോറീസ്. അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് ബോയ് ആ ബനിയൻ ട്രീയിലെ ഹാഫ് വേയിൽ മിഡിൽ പോർഷനിൽ എന്തുണ്ടാക്കിയിട്ടുണ്ട്? ഒരു പ്ലാറ്റ്ഫോമും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. This highlights not only his love for nature but also his intellectual curiosity to explore
ബോത്ത് ദ വേൾഡ് ഓഫ് ബുക്സ് ആൻഡ് ദ വേൾഡ് അൺഫോൾഡിങ് അറൗണ്ട് ഹിം. അപ്പോൾ ആ ഒരു വായിക്കാനുള്ള അവന്റെ ഇൻട്രസ്റ്റ് കാരണം അവൻ ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയതും അവിടെ ഇരുന്ന് വായിക്കുന്നതും കാണുമ്പോൾ നമ്മുടെ ബോയ്ക്ക് അവന്റെ നേച്ചുറൽ വേൾഡിനോടുള്ള ആ ഒരു ക്യൂരിയോസിറ്റി മാത്രമല്ല, മറിച്ച് പുസ്തകങ്ങളിലൂടെ മറ്റുള്ള ലോകങ്ങളെ കുറിച്ച് അറിയാനുള്ള അവന്റെ താല്പര്യവും നമുക്ക് അതിൽ നിന്നും എന്ത് ചെയ്യാം, മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു പോയിന്റും കൂടി ഞാൻ അതിൽ ആഡ് ചെയ്തു. ഇനി നമുക്കറിയാം പ്രധാനപ്പെട്ട സംഗതി വരുന്നു, എന്താണ് ആ ഒരു ഫൈറ്റ് അല്ലെ, കോബ്രയും മങ്കൂസും തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ച് പറയുന്ന പാരഗ്രാഫ് എന്താണ്? വൺ ഓഫ് ദ മോസ്റ്റ് ക്യാപ്റ്റിവേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഇൻട്രസ്റ്റിംഗ് മൊമെന്റ്സ് ഇൻ ദ സ്റ്റോറി ഈസ് വെൻ ദ ബോയ് വിറ്റ്നസസ് എ ഡ്രമാറ്റിക് ബാറ്റിൽ ബിറ്റ്വീൻ എ കോബ്ര ആൻഡ് എ മങ്കൂസ് ബിനീത്ത് ദ ബാനിയൻ ട്രീ. ആ ഒരു ബനിയൻ ട്രീയുടെ താഴെ മങ്കൂസും കോബ്രയും തമ്മിൽ നടന്ന ആ ഒരു ഡ്രമാറ്റിക് ഫൈറ്റ്, ആ ഒരു നാടകീയത നിറഞ്ഞിട്ടുള്ള ആ ഒരു ഫൈറ്റ് എന്തായിരുന്നു? വൺ ഓഫ് ദി ഇൻട്രസ്റ്റിംഗ് ഓർ ക്യാപ്റ്റിവേറ്റിംഗ് മൊമെന്റ്സ് ഇൻ ദി സ്റ്റോറി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നിമിഷമായിട്ട് മാറിയതും നമ്മൾ കണ്ടതാണ്. The boy's attention to detail and vivid description showcased his fascination with the natural drama unfolding before him. പ്രകൃതിയിലുള്ള ആ ഒരു നാടകീയ മുഹൂർത്തം അവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന എന്താണ്? The boy's attention to detail and vivid descriptions. അവന്റെ ആ ഒരു കാര്യങ്ങളോടുള്ള ശ്രദ്ധയും ഒക്കെ നമുക്ക്, അവന്റെ ആ ഒരു ഇൻട്രസ്റ്റും ഒക്കെ, അവിടെ ഫാസിനേഷനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. The fight involves not just the cobra and mongoose. ആ ഫൈറ്റിൽ വെറും കോബ്രയും മങ്കൂസും മാത്രമല്ല ഉള്ളത്, പിന്നെയോ ബട്ട് ഓൾസോ ഇൻക്ലൂഡ്സ് ടു അതർ സ്പെക്ടേറ്റേഴ്സ്, എ മൈന ആൻഡ് എ ജംഗിൾ ക്രോ. ആ ഒരു ഫൈറ്റിലേക്ക് ഇന്ററപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും കൂടെ വന്നതായിട്ട് നമ്മൾ കണ്ടു. മൈനയും ജംഗിൾ ക്രോയും വന്നതും നമ്മൾ കണ്ടതാണ് അല്ലേ. The boy's engagement in this intense struggle between predator and prey demonstrates his uncontrolled enthusiasm for the wild side of nature. അപ്പോൾ ഇവിടെ നമ്മുടെ ബോയുടെ ആ ഒരു എൻഗേജ്മെന്റ് ഇൻ ദിസ് സ്ട്രഗിൾ, അവന്റെ ആ ഫൈറ്റിനിടയിൽ അവൻ കാണിക്കുന്ന അതിലുള്ള താല്പര്യവും അവൻ അതിൽ കാണിക്കുന്ന ആ ഒരു എൻഗേജ്മെന്റ് ഒക്കെ കണ്ട്, അവന്റെ എൻഗേജിങ് ആയി നിൽക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ എന്ത് കാണാം? ആ ഒരു പ്രിഡേറ്ററിനും പ്രേക്കും ഇടയിലുള്ള അവൻ ആ ഒരു ഫൈറ്റ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ബോയ് എന്താ കാണിക്കുന്നത്? ഹിസ് അൺകൺട്രോൾഡ് എന്തൂസിയാസം ഫോർ ദ വൈൽഡ് സൈഡ് ഓഫ് നേച്ചർ. പ്രകൃതിയുടെ ആ ഒരു വൈൽഡ് ആയിട്ടുള്ള, കുറച്ച് മൃഗീയമായിട്ടുള്ള ആ ഒരു ഭാഗത്തിനോട് അവൻ കാണിക്കുന്ന ആ ഒരു എന്തൂസിയാസം, വല്ലാത്തൊരു ക്യൂരിയോസിറ്റിയും ഇൻട്രസ്റ്റും ഒക്കെ നമുക്ക് അതിൽ നിന്നും എന്ത് ചെയ്യാം, കാണാനായിട്ട് സാധിക്കും. അവൻ കൃത്യമായിട്ട് അതിനൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ ഒരു മങ്കൂസും കോബ്രയും ഫൈറ്റിനെ എങ്ങനെ തയ്യാറെടുക്കുന്നു എന്നും, അതുപോലെ കോബ്രയെ പറ്റി അവൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതും മങ്കൂസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതും, ആ ഒരു കോബ്രയുടെ അടുത്തേക്ക് മങ്കൂസ് പാഞ്ഞെടുത്തതും ഫെയിന്റ് മൂവ്മെന്റ് നടത്തിയതും, കോബ്ര ട്രൈഡ് ടു സ്ട്രൈക്ക് ദ മങ്കൂസിനെ കൊത്താൻ വേണ്ടി ശ്രമിച്ച ആ ഒരു മൊമെന്റിലുള്ള ആ ഡിസ്ക്രിപ്ഷൻ ഒക്കെ വരുന്നൊരു പാരഗ്രാഫ് ഉണ്ട് അല്ലേ. ആ ഒരു മെസ്മറൈസിങ് എന്ന് പറയുന്ന ആ ഒരു വേർഡൊക്കെ വരുന്നൊരു പാരഗ്രാഫ് അല്ലേ. ആ ഒരു പാരഗ്രാഫ് ഒക്കെ വായിക്കുന്ന സമയത്ത് ബോയ് എത്രമാത്രം അവിടെ എൻഗേജ്ഡ് ആണ് ആ ഫൈറ്റിൽ എന്നുള്ള കാര്യം നമുക്ക് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ഒരു വലിയ ഭാഗത്തിന് ഞാനൊന്ന് ഷോർട്ടൻ ചെയ്തു എന്ന് മാത്രം. ഇനി furthermore, the boy's involvement with the banyan tree extends beyond mere observation. വെറും ഒബ്സർവേഷൻ അപ്പുറത്തേക്ക് നമ്മുടെ ബോയുടെ പ്രകൃതിയിലുള്ള ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ആ ബനിയൻ ട്രീയിലുള്ള ഇൻവോൾവ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടി മുന്നിലേക്ക് പോകുന്നുണ്ട്. വെറും ഒരു ഒബ്സർവർ മാത്രമായിട്ടല്ല അവൻ മാറുന്നത്, പിന്നെയോ his choice to bring a white rat into the tree, which later leads to the discovery of white baby squirrels, underscores his proactive role in the ecosystem. ആ ഒരു വൈറ്റ് റാറ്റിനെ തന്റെ ബനിയൻ ട്രീയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ആ ബോയ് കാണിച്ച താല്പര്യവും അത് പിന്നീട് ആ ഒരു വൈറ്റ് ബേബി സ്ക്വിറൽസ് ഉണ്ടാകാൻ കാരണമായി തീർന്നതുമൊക്കെ അവന്റെ ഒരു ആക്റ്റീവ് റോള്, ആ ഒരു എക്കോസിസ്റ്റത്തിൽ പ്രകൃതിയിൽ ബോയിയുടെ ആ ഒരു ആക്റ്റീവ് റോളും നമുക്ക് എന്ത് ചെയ്യാം, കാണാനായിട്ട് സാധിക്കും. This unexpected turn of events adds another layer to the boy's experiences, showcasing the unpredictable and magical aspects of nature. അപ്പോൾ ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു ടേൺ ഓഫ് ഇവന്റ്സ് അല്ലെ, വൈറ്റ് റാറ്റിനെ കൊണ്ടുപോയതും വൈറ്റ് റാറ്റ് ഗ്രേ സ്ക്വിറലുമായിട്ടൊരു കമ്പനി ആയതും പിന്നീട് വൈറ്റ് ബേബി സ്ക്വിറൽസ് ജന്മം കൊണ്ടതും ഒക്കെ എന്തും കൂടിയാണ്, that showcasing the unpredictable and magical aspects of nature. പ്രകൃതിയിലെ പ്രെഡിക്റ്റബിൾ അല്ലാത്ത, നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനാകാത്തതും മാജിക്കലുമായിട്ടുള്ള ഘടകങ്ങൾ കൂടി പ്രകൃതിയിൽ ഉണ്ട് എന്ന് കാണിച്ചു തരാൻ ആർക്ക് സാധിച്ചു? ബോയ്ക്ക് സാധിച്ചു എന്നാണ് ആ ഒരു ഭാഗം കൊണ്ട് അർത്ഥമാക്കിയത്.
ഇനി സമ്മറി കേസിലേക്ക്, അതായത് ലാസ്റ്റ് കൺക്ലൂഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇൻ സമ്മറി ദ ബോയ് ഇൻ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എമർജസ് ആസ് എ ക്യാരക്ടർ ഡീപ്ലി കണക്റ്റഡ് ടു നേച്ചർ. പ്രകൃതിയോട് വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ആര്, നമ്മുടെ ബോയ് എന്നും. And he displaying a profound interest in observing and understanding and actively participating in the various facets of the natural world around him. തനിക്ക് ചുറ്റുമുള്ള ആ ഒരു വേൾഡിൽ, ആ ഒരു പ്രകൃതിയിൽ വളരെ നല്ല രീതിയിൽ അവൻ ഒബ്സർവേഷൻ നടത്തുന്നുണ്ട്, കാര്യങ്ങളെ അവൻ മനസ്സിലാക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ പാർട്ടിസിപ്പേറ്റ്, ആ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനും അവൻ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനും കൂടി അവൻ മനസ്സ് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. His experiences under the old banyan tree not only shaped his understanding of the environment. ഒരു പ്രകൃതിയെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കാൻ മാത്രമല്ല അവൻ്റെ അനുഭവങ്ങൾ അവനെ സഹായിച്ചത്, പിന്നെയോ but also serve as an evidence to the beauty and complexity of the ecosystem he so passionately explores. വളരെ താല്പര്യത്തോടു കൂടി അവൻ എക്സ്പ്ലോർ ചെയ്യുന്ന ആ ഒരു പ്രകൃതിയുടെ ബ്യൂട്ടി, ഭംഗിയും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു കോംപ്ലക്സിറ്റിയും, അതിൻ്റെ ആ ഒരു എന്താ പറയുക, കോംപ്ലക്സിറ്റിക്ക് ആ ഒരു വൈവിധ്യങ്ങളോ അല്ലെങ്കിൽ അത്രയും പെട്ടെന്ന് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കൂടി അവനെ എന്ത് സഹായിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു ബനിയൻ ട്രീയും അതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു നാച്ചുറൽ വേൾഡുമായിട്ടുള്ള കണക്ഷനൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു റൈറ്റപ്പിനെ എന്ത് ചെയ്യാൻ സാധിക്കും, അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ഏകദേശം പാരഗ്രാഫിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 പാരഗ്രാഫിൽ 6 പാരഗ്രാഫിലായിട്ടാണ് ഞാൻ ഈ റൈറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടോപ്പിക് എന്തായിരുന്നു, നേച്ചർ എ ട്രഷർ ഹൗസ് ഓഫ് നോളജ് എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, സംസാരിച്ചതും ആ ഒരു റൈറ്റപ്പ് നമ്മൾ കൊടുത്തതും. ഞാൻ കുറച്ചൊന്ന് ഫാസ്റ്റ് ആയിട്ട് അത് വായിച്ചു പോയി എന്ന് എനിക്കറിയാം. ഈ ഒരു ഇത് കിട്ടിയതിന് ശേഷം, അതായത് ഇതിൻ്റെ ഡോക്യുമെന്റ് ഫയൽ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, അതൊന്ന് മനസ്സിരുത്തി വായിക്കണം. അതിൽ ഏതെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ട് വേർഡ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് അതിൻ്റെ മീനിങ് ഒക്കെ ഒന്ന് സൈഡിൽ എഴുതി വൃത്തിയായിട്ട് പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു റൈറ്റപ്പിനെ നിങ്ങൾ സമീപിക്കാൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായിരുന്നു, ഉള്ള ആളുകൾ, അധികം ആളുകളൊന്നും ഇല്ല നമുക്കിപ്പോൾ നിലവിൽ, പലരും എക്സാമിൻ്റെയും ഒക്കെ തിരക്കിലാണ്. നാളെ എന്തൊക്കെയോ എക്സലൻസി ടെസ്റ്റുകളൊക്കെ നടക്കുന്നതായിട്ടൊക്കെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സലൻസി ടെസ്റ്റിൽ ഇംഗ്ലീഷ് എഴുതുന്ന ആളുകൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ അവർ പിന്നീട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ആ ഒരു റൈറ്റപ്പ് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോട്ടെ. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നില്ല, എങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉള്ള ആളുകളൊന്ന് പറഞ്ഞേ, റൈറ്റപ്പ് ഓക്കെ ആണോ? റൈറ്റപ്പ്, നരേറ്റീവ്, റിവ്യൂ, അതുപോലെ തന്നെ സ്പീച്ചും ചില സമയത്ത് 7 മാർക്കിന് വരാറുണ്ട്. കാര്യമായിട്ട് വരുന്നത് നരേറ്റീവ്, റിവ്യൂ ആൻഡ് റൈറ്റപ്പ് ആണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ തൽക്കാലം നരേറ്റീവിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അത് നമ്മൾ അടുത്ത ഒരു യൂണിറ്റ് 2-ലോ അല്ലെങ്കിൽ യൂണിറ്റ് 3-ലോ നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും. ഉള്ള ആളുകൾ എന്തായി, നരേറ്റീവിൻ്റെ അവസ്ഥ എന്താ, ഓക്കെ ആണോ? പറഞ്ഞേ, പറയൂ. അറിയിക്കുക കേട്ടോ. കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അറിയിക്കുക. പല ആളുകളും എക്സാമിൻ്റെ തിരക്കിലാണ്, അതുകൊണ്ട് തന്നെ റെസ്പോൺസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ പതിയെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പല ആളുകൾ റെസ്പോൺസ് തരാറുണ്ട്, പലതും വേണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. അതുപോലെ നിങ്ങളും ആവശ്യപ്പെടുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടും ആ കാര്യങ്ങൾ നമ്മളെ അറിയിക്കുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. യെസ്, മറ്റൊരു ഡയറിയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മക്കളെ. എന്താണ്, ഒരു ഡയറിയാണ് കേട്ടോ. The homeopath in the story, the snake and the mirror, ran for his life from his room as a snake coiled around his arm. നമ്മുടെ ഹോമിയോപ്പത് അല്ലെ, ഏത് സ്റ്റോറിയിലെ, ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന സ്റ്റോറിയിലെ ഹോമിയോപ്പത് തന്റെ ജീവന് വേണ്ടിയിട്ട് തന്റെ റൂമിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, തന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ഓടുന്നുണ്ട്. കാരണം എന്താ, ഒരു സ്നേക്ക് വന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ ചുറ്റി എന്നുള്ളതാണ്. He was terribly frightened. അദ്ദേഹം ആകെ എന്തായി പോയിട്ടുണ്ടായിരുന്നു, പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. He noted his feelings in his diary. Prepare the likely diary entry of the homeopath. അങ്ങനെ ആ ഓടി രക്ഷപ്പെടലിന് ശേഷം അദ്ദേഹം എഴുതാൻ സാധ്യതയില്ല, നമ്മുടെ ഹോമിയോപ്പത് എഴുതാൻ സാധ്യതയുള്ള ഡയറിയാണ് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇത് മോഡൽ ഫെബ്രുവരി 2023 ആണ്. 2023 മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഏതെന്ന് പറയുന്നത്, ഈ ഒരു ഡയറി എന്ന് പറയുന്നത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ആ ഒരു അന്നത്തെ ദിവസം നമുക്കുണ്ടായ ആ ഒരു എക്സ്പീരിയൻസും ഒക്കെ
ചെറിയ വാക്കുകളിൽ നല്ലതുപോലെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡയറി പരിചയപ്പെടുത്താം, നോക്കിക്കോ. അപ്പോൾ സ്വാഭാവികമായിട്ടും when we write a diary we should write the date. നമ്മൾ നിർബന്ധമായിട്ടും എന്ത് എഴുതിയിട്ടുണ്ടാവണം, ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവണം. ഞാനൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ആ ഒരു സ്റ്റോറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ് ഒന്നും അല്ലെങ്കിൽ പോലും ഒരു ഡേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റാർട്ട് ചെയ്യുന്നു പതിവ് പോലെ തന്നെ, ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങുകയാണ്. ടുഡേ വാസ് ബിയോണ്ട് ഫ്രൈറ്റനിങ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ബിയോണ്ട് ഫ്രൈറ്റനിങ്, പേടിച്ചു പോയി എന്ന് പറഞ്ഞാൽ പോരാ, അതിനും അപ്പുറത്തായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. എ സ്നേക്ക് സഡൻലി റാപ്ഡ് അറൗണ്ട് മൈ ആം. ഇവിടെ റാപ്ഡ് എന്ന് പറഞ്ഞാൽ കവർ, പൊതിഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ്, എങ്കിലും ഇവിടെ കോയിൽഡ് എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം. എ സ്നേക്ക് സഡൻലി കോയിൽഡ് അറൗണ്ട് മൈ ആം. എന്റെ കയ്യിൽ പെട്ടെന്ന് എന്ത് ചുറ്റി, ഒരു പാമ്പ് അങ്ങോട്ട് ചുറ്റി. ആൻഡ് ഫിയർ ഗ്രിപ്ഡ് മീ ലൈക്ക് നെവർ ബിഫോർ. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഫിയർ, പേടി എന്നെ വരിഞ്ഞ് മുറുക്കി, എന്നെ ടൈറ്റ് ആയിട്ട് എന്ത് ചെയ്തു, അങ്ങ് പിടിച്ചു. I scribble these words to express the terror that engulfed me. I scribble these words. ഇവിടെ സ്ക്രിബിൾ എന്ന് പറഞ്ഞാൽ കുത്തിക്കുറിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ ഈ വാക്കുകൾ കുത്തിക്കുറിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു എക്സ്പ്രസ് ദ ടെറർ, ടു എക്സ്പ്രസ് ദ ഫിയർ ദാറ്റ് എൻഗൾഫ്ഡ് മീ. എന്നിൽ കൂടെ കടന്നുപോയ ആ ഒരു പേടി ഉണ്ടല്ലോ, അത് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വാക്കുകൾ ഇവിടെ എഴുതി ചേർക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കുത്തിക്കുറിക്കുന്നത് എന്ന് പറയാണ്. ആസ് ദ സ്നേക്ക് കോയിൽഡ്, പാമ്പ് അങ്ങോട്ട് ചുറ്റിയ സമയത്ത് I felt frozen, ഞാൻ ആകെ മരവിച്ചു പോയി. Then my breath stuck. എൻ്റെ ബ്രെത്ത്, എൻ്റെ ശ്വാസം സ്റ്റക്ക്, നിലച്ചു പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. Panic set in and my only refuge was a silent plea to God. Oh God. അപ്പോൾ പാനിക് സെറ്റ് ഇൻ, അവിടെ പാനിക്, ഭീതി അല്ലെങ്കിൽ ഭയം എന്നെ ആകെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രീസ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് മൈ ഓൺലി റെഫ്യൂജ്, റെഫ്യൂജ് മീൻസ് അഭയം, എൻ്റെ ഒരേ ഒരു അഭയം എന്ന് പറയുന്നത് എന്താണ്, സൈലന്റ് റിക്വസ്റ്റ് ടു ഗോഡ് ആണ്. ആ ഒരു ദൈവത്തിനോടുള്ള ഒരു റിക്വസ്റ്റ് എന്താണ്, സൈലന്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. അവിടെ ഒച്ച വെക്കാൻ പറ്റുമോ, അയ്യോ ദൈവമേ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, സ്നേക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ കൊത്തും അല്ലെ. അതുകൊണ്ട് സൈലന്റ് ആയിട്ട് അദ്ദേഹം മനസ്സിൽ എന്ത് വിളിച്ചു, ഓ ഗോഡ്. ഐ വിസ്പേർഡ് ഡെസ്പറേറ്റ്ലി, വളരെ നിരാശയോടുകൂടി ഹി വിസ്പേർഡ്, ഹി മർമേർഡ്, ഓ ഗോഡ്, എൻ്റെ ദൈവമേ എനിക്ക് എന്തിനീ വിധി തന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം ഉറക്കെയല്ല, സൈലന്റ് ആയിട്ട് അദ്ദേഹം അങ്ങനെ പറയാണ്. The snake eventually distracted by its own reflection. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിനെ കുറിച്ച് ആലോചിച്ചു എന്നുള്ളത് മാത്രമല്ല, ഐ ആം എ ഫൂൾ, ഐ ആം എ പുവർ ഡോക്ടർ, ഐ ആം എ ഫൂളി സ്റ്റുപ്പിഡ് ഡോക്ടർ എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇവൻച്വലി ഡിസ്ട്രാക്റ്റഡ് ബൈ ഇറ്റ്സ് ഓൺ റിഫ്ലക്ഷൻ, തൻ്റെ റിഫ്ലക്ഷൻ മിററിൽ കണ്ട സ്നേക്ക് അതിലേക്ക് ഡൈവേർട്ടഡ് ആകുന്നു. ദാറ്റ് അലൗഡ് മീ ടു എസ്കേപ്പ്, അതിലൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, രക്ഷപ്പെടാൻ പറ്റില്ലേ. റിഫ്ലക്ഷൻ കണ്ട സമയത്ത് സ്നേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്ലിതേർഡ് ഓൺ ടു ദ ടേബിൾ, ആ ഒരു ടേബിളിലേക്ക് കയറി, മൂവ്ഡ് വെരി ക്ലോസ് ടു ദ മിറർ, മിററിന്റെ തൊട്ടടുത്തേക്ക് പോയ സമയത്താണ് ആര് രക്ഷപ്പെട്ടത്, നമ്മുടെ ഹോമിയോപ്പതി രക്ഷപ്പെട്ടത്. നമ്മൾ സ്റ്റോറിയിൽ നിന്നും മനസ്സിലാക്കിയതാണ്. നൗ ആസ് ഐ റൈറ്റ് ഐ കാൺ ഷേക്ക് ഓഫ് ദ ഷിവേഴ്സ്. ആ ഒരു വിറയലുണ്ടല്ലോ, അത് ഇപ്പോഴും എനിക്ക് എന്നെ വിട്ടുപോയിട്ടില്ല, എനിക്കത് ഒഴിവാക്കാൻ പറ്റുന്നില്ല, അപ്പോഴും വിറയ്ക്കുകയാണ്. മൈ റൂം വൺ സേഫ് ഫീൽസ് ഹോണ്ടഡ്. ഒരിക്കൽ സേഫ് ആണ് എന്ന് ഞാൻ വിചാരിച്ചിരുന്ന എൻ്റെ ആ റൂം ഇപ്പൊ എന്തായിരിക്കുന്നു, ഹോണ്ടഡ്, വേട്ടയാടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിപ്പോ സേഫ് അല്ല എന്നുള്ള തോന്നൽ എന്നിൽ വന്നിരിക്കുകയാണ്. ആസ് ഐ സിറ്റ് ഹിയർ നൗ, ഇപ്പൊ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, റീകൗണ്ടിങ് ദിസ് ഫിയർഫുൾ എക്സ്പീരിയൻസസ്, ആ ഒരു വളരെ ഭയപ്പാടുള്ള ആ ഒരു നിമിഷത്തെ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ, ഐ ആം ഫിൽഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ മൈ എസ്കേപ്പ്. ആ രക്ഷപ്പെടാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് എന്തുണ്ട്, നന്ദി എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ദൈവത്തിനോട് ഞാൻ എന്ത് ചെയ്യുന്നു, കടപ്പെട്ടിരിക്കുന്നു. ഐ ഓവ് ടു ഗോഡ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ആ ഡയറി അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഡയറി ഹോമിയോപ്പതി കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും വായിച്ചാലും അന്നത്തെ സംഭവങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് എന്ത് ചെയ്യും, വരും. എന്നാൽ ഡീറ്റെയിൽ ആയിട്ട് വളരെ വലിച്ചു നീട്ടി എഴുതേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെയിട്ട് എഴുതേണ്ട കാര്യമില്ല. ഉള്ളത് ആ ഒരു നിമിഷത്തെ അദ്ദേഹത്തിന്റെ വിചാരങ്ങളെ എല്ലാം മുൻനിർത്തിക്കൊണ്ട് എന്ത് ചെയ്തോളാം, അങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡയറി ആയി. ഈസി ആയിട്ട് 5 മാർക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു മോഡൽ ഇത് കണ്ട് മനസ്സിലാക്കി വെക്കുക. ആ മോഡലിനെ മുൻനിർത്തിക്കൊണ്ട് വേണം ഇനി അങ്ങോട്ടുള്ള എക്സാമുകളിൽ ഡയറി ഒക്കെ ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ, നിങ്ങൾ എഴുതാനായിട്ട്. റെഡി ആണല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഒരു ഡയറിയുടെ മോഡലും തന്നു. ഫെബ്രുവരി 2023 വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഹോമിയോപ്പതിന്റെ ഡയറി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഐ ആം നോട്ട് ടേക്കിംഗ് ടു മച്ച് ടൈം, ഒരുപാട് സമയങ്ങളൊന്നും എടുക്കുന്നില്ല, നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The Snake and the Mirror is an interesting story written by വൈക്കം മുഹമ്മദ് ബഷീർ.
വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഏതെന്ന് പറയുന്നത്, സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്നത്. After reading the story, you decide to write a letter to one of your friends describing the various events in the story. ഈ കഥ വായിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ടിന് ഈ ഒരു സ്റ്റോറിയിലെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു ലെറ്റർ എഴുതുകയാണ് എന്ന് വിചാരിക്കാം. പ്രിപ്പയർ ദ ലൈക്ലി ലെറ്റർ. മാർച്ച് 2023 കഴിഞ്ഞ വർഷം SSLC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സ്നേക്ക് ആൻഡ് മിറർ എന്ന് പറയുന്ന സ്റ്റോറി നിങ്ങൾ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് വേറൊരു ഫ്രണ്ടിന്, നിങ്ങളുടെ ഫ്രണ്ടിന് അതിലുള്ള ഇവന്റുകളൊക്കെ വിശദമായിട്ട് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഫ്രണ്ടിന് പിന്നെ കഥ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് അവനെ വായിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടൊക്കെ എന്ത് ചെയ്യുക, ഒരു ലെറ്റർ എഴുതാനാണ് നിങ്ങളോട് കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ വർഷവും ഇതിന്റെ വേറെ മോഡൽ ഒരു ചോദ്യം, ഒരു ലെറ്ററൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഇത് ചാപ്റ്റർ ആവണമെന്നില്ല, ഏതാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ആ ലെറ്ററിലേക്ക് നോക്കാം. എന്താണ് ആദ്യം നമുക്കറിയാം, വെൻ വി റൈറ്റ് എ പേഴ്സണൽ ലെറ്റർ, ഫ്രണ്ടിന് അയക്കുന്ന ലെറ്റർ ആണ്, പേഴ്സണൽ ലെറ്റർ ആണ്, ഇൻഫോർമൽ ലെറ്റർ ആണ്. ഇൻഫോർമൽ ലെറ്ററിന്റെ മോഡൽ നമുക്കറിയാം, സെൻഡേഴ്സ് അഡ്രസ് വിത്തൗട്ട് നെയിം. എഴുതുന്ന ആളുടെ പേര് പറയാതെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അഡ്രസ് കൊടുക്കണം. ഫ്ലാറ്റ് നമ്പർ 11 സ്കൈലൈൻ വില്ല 2nd സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു അഡ്രസ്, സെന്റേഴ്സ് അഡ്രസ് ഞാൻ കൊടുത്തു. thereafter I have given a date. ആ ഒരു സെന്റേഴ്സ് അഡ്രസ്സിന്റെ താഴെ എന്ത് കൊടുക്കണം, ഡേറ്റ് കൊടുക്കണം. അതും ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരു ഡേറ്റ് ഞാൻ കൊടുത്തു. then salutation, ആർക്കാണ് കത്തയക്കുന്നത് അയാളുടെ പേരൊക്കെ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ടോ നിങ്ങൾക്ക് സല്യൂട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഡിയർ രാഹുൽ എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ഒരു പേഴ്സണൽ ലെറ്റർ എഴുതുന്ന സമയത്ത് ആദ്യം സെൻഡേഴ്സ് അഡ്രസ് വിത്തൗട്ട് നെയിം, പേരില്ലാതെ, ആരുടെ പേരാണെന്നും മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല, ഒരു അഡ്രസ് ഇതുപോലെ അങ്ങ് എഴുതി വെക്കാം. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ഡേറ്റ് കൊടുക്കുക. അതിന്റെ തൊട്ട് താഴെയായിട്ട് സല്യൂട്ടേഷൻ ആയിട്ട് എന്ത് കൊടുക്കണം, ഡിയർ ഫ്രണ്ട് എന്നോ ഡിയർ മം എന്നോ ഡിയർ അങ്കിൾ എന്നോ കൊടുക്കാം. ഇവിടെ ഫ്രണ്ട് ആയതുകൊണ്ട് ഡിയർ ഫ്രണ്ട് എന്നോ ഡിയർ രാഹുൽ, പേര് ഫ്രണ്ടിന് ഒരു പേര് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. ആദ്യത്തെ പാരഗ്രാഫ്, I hope this letter finds you in good spirits. ഈ ലെറ്റർ നിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് നീ ഉഷാറായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. റീസെന്റ് എന്ന് നേരെ കാര്യത്തിലേക്ക് വരണം. ഒരുപാട് തുടക്കം നിന്റെ വീട്ടിലെല്ലാവർക്കും സുഖമില്ല, അച്ഛനമ്മയ്ക്കും സുഖമില്ല, വെക്കേഷൻ എങ്ങനെയുണ്ടെന്നൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. റീസെന്റ് ഈ അടുത്ത് I came across a captivating short story that I couldn't resist sharing with you. ഈ അടുത്ത കാലത്ത് ഞാൻ came across എന്താന്നുള്ളത് അറിയാലോ അല്ലേ? ഇറ്റ്സ് എ ഫ്രേസൽ വെർബ് യു ഷുഡ് സ്റ്റഡി. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഫ്രേസൽ വെർബാണ് ഇത് came across, come across എന്ന് പറയുന്നത്. SSLC എക്സാമിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ക്വസ്റ്റ്യൻസിലും ആരുണ്ടാവും, come across ഉണ്ടാവും. എന്താണ് come across? മീറ്റ് ബൈ ചാൻസ്, ഫൈൻഡ് ബൈ ചാൻസ്, യാദൃശ്ചികമായി കണ്ടുമുട്ടുക എന്നുള്ളതാണ് മീനിങ് അല്ലേ? സോ ഐ കെയിം അക്രോസ് എ ക്യാപ്റ്റിവേറ്റിംഗ് ഓർ ഇൻട്രസ്റ്റിംഗ് ഷോർട്ട് സ്റ്റോറി ദാറ്റ് ഐ കുഡിന്റ് റെസിസ്റ്റ് ഷെയറിംഗ് വിത്ത് യു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു സ്റ്റോറി വായിക്കാനിടയായി. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ നിന്നോട് അത് എനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അതിനെക്കുറിച്ച് എനിക്ക് എന്ത് ചെയ്യണം, നിന്നോട് പറയണം. It's called The Snake and the Mirror by Waikum Muhammad Bashir and the events are truly interesting. അപ്പോൾ ആ സ്റ്റോറിയുടെ പേര് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്നാണ്. അതിലുള്ള ഓരോ ഇവന്റ്സും എന്താണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇവന്റ്സ് ആണ് എന്നും നമ്മൾ ആ ഫ്രണ്ടിനോട് പറയുന്നു. അടുത്ത പാരഗ്രാഫിൽ ആ ഒരു കഥയുടെ ഏകദേശ രൂപങ്ങൾ, ഒരു സംക്ഷിപ്ത രൂപം നമ്മൾ എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. The tale unfolds with a homeopath. ആ കഥ അൺഫോൾഡ് ചെയ്യുന്നത്, നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നത് ആരെയാണ്, ഒരു ഹോമിയോപ്പതിനെയാണ്. അവർ പ്രൊട്ടാഗണിസ്റ്റ്. ആ ഹോമിയോപ്പതാണ് ഈ കഥയുടെ എന്തെന്ന് പറയുന്നത്, പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മേജർ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഷെയറിംഗ് എ ചില്ലിംഗ് എൻകൗണ്ടർ വിത്ത് എ സ്നേക്ക് ദാറ്റ് കോയിൽഡ് അറൗണ്ട് ഹിസ് ആം. അപ്പോൾ അദ്ദേഹം നമ്മളോട് ഷെയർ ചെയ്യുന്നത് എന്താണ്, എ ചില്ലിംഗ് എൻകൗണ്ടർ വിത്ത് എ സ്നേക്ക്. ഒരു പാമ്പുമായിട്ടുണ്ടായ രസകരമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ആണ്. ആ പാമ്പ് എന്തു ചെയ്യുകയും ചെയ്തു, അദ്ദേഹത്തിന്റെ കയ്യിൽ ചുറ്റുകയും ചെയ്ത ഒരു അനുഭവമാണ് നമ്മളോട് ഷെയർ ചെയ്യുന്നത്. The story takes us through his evening filled with a self-reflection in front of a mirror and fanciful thoughts about an ideal partner. അപ്പോൾ ആ ഒരു സ്റ്റോറി നമ്മളെ കൊണ്ടുപോകുന്നത് ഹിസ് ഈവനിങ്, അദ്ദേഹത്തിന്റെ ഒരു വൈകുന്നേരം, ഫിൽഡ് വിത്ത് സെൽഫ് റിഫ്ലക്ഷൻ ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. ഒരു മിററിന്റെ മുന്നിൽ അദ്ദേഹം ഇങ്ങനെ സെൽഫ് റിഫ്ലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ ഭംഗിയെക്കുറിച്ചും, മുടി ചെയ്യുന്നതിനെക്കുറിച്ചും, ചിരിക്കുന്നതിനെക്കുറിച്ചും, ഒരു പെണ്ണ് കെട്ടുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുന്നു അല്ലെ. ഫാൻസിഫുൾ തോട്ട്സ് അബൌട്ട് ആൻ ഐഡിയൽ പാർട്ണർ, ഒരു മാതൃകാപരമായിട്ട് ഒരു പാർട്ണറെ കുറിച്ച്. എങ്ങനെയാണ് ആ പാർട്ണർ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല അല്ലെ, പറഞ്ഞു കൊടുത്തതിന് അവൻ വായിക്കണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് പറയണ്ട. പക്ഷെ നമുക്ക് അറിയാം എന്താണ്, ഇറ്റ്സ് എ ഫാറ്റ് ലേഡി. എന്താണ്, റിച്ച് ആയിട്ടുള്ള ആളായിരിക്കണം, ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ വുമൻ ഡോക്ടർ വിത്ത് ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്,
ഷുഡ് ഹാവ് പ്ലെന്റി ഓഫ് മണി ആൻഡ് ഫാറ്റ് എന്നുള്ള കാര്യം അല്ലെ, അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഒരു ഐഡിയൽ പാർട്ണർ. സഡൻലി എ കോബ്ര ഇന്ററപ്റ്റ്സ് ദിസ് തോട്ട്ഫുൾ നൈറ്റ്. അങ്ങനെ ചിന്തയിൽ ആണ്ടിരിക്കുന്ന ആ ഒരു ഹോമിയോപ്പതിന്റെ ചിന്തകളെ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ട്, തടസ്സപ്പെടുത്തിക്കൊണ്ട് അങ്ങോട്ട് അതിഥി എത്തി. ആരാണ്? എ കോബ്ര. ദാറ്റ് ടേണിംഗ് ഇറ്റ് ഇൻ ടു എ നൈറ്റ് മാരിഷ് എക്സ്പീരിയൻസ്. നൈറ്റ് മാരിഷ് മീൻസ് നൈറ്റ് മെയർ, ഒരു ദുസ്വപ്നമായിട്ടുള്ള അല്ലെങ്കിൽ പേടി നിറഞ്ഞൊരു അനുഭവമായിട്ട് അത് മാറാണ്. The protagonist's fear, the snake's curious behavior, and a subsequent strange incident involving a thief make for an unforgettable narrative. അപ്പോൾ ആ ഒരു പ്രൊട്ടാഗണിസ്റ്റിന്റെ ഫിയർ, ആ ഒരു ഹോമിയോപ്പതിന്റെ പേടിയും, ദ സ്നേക്സ് ക്യൂരിയസ് ബിഹേവിയർ, ആ ഒരു സ്നേക്കിന്റെ വിചിത്രമായിട്ടുള്ള പെരുമാറ്റവും, ആൻഡ് ഓൾസോ ദി സബ്സീക്വന്റ് സ്ട്രേഞ്ച് ഇൻസിഡന്റ് ഇൻവോൾവിങ് എ തീഫ്, അവസാനം കഥയുടെ അവസാനം ആ ഒരു തീഫ് വരുന്നതും ഒക്കെ ഈ കഥയെ എന്താക്കുന്നു? ഇറ്റ് ആൻ അൺഫോർഗറ്റബിൾ നരേറ്റീവ്, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നരേറ്റീവായിട്ട് ആ ഒരു സ്റ്റോറിയെ മാറ്റുന്നതായിട്ടും നമുക്ക് ഫ്രണ്ടിന് എന്ത് ചെയ്യാണ്? പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ അതിലുണ്ട് എന്ന് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് സൂചിപ്പിച്ചു. ഇനി ഐ വോണ്ട് സ്പോയിൽ ഓൾ ദ ഡീറ്റെയിൽസ്. ഞാൻ എന്ത് ചെയ്യുന്നില്ല, മൊത്തത്തിൽ പറഞ്ഞുകൊണ്ട് ഒരു സ്പോയിലർ ആക്കുന്നില്ല, നീ വായിച്ചറിഞ്ഞോ എന്ന് പറയാണ്. But the twists and turns in the story kept me on the edge of my seat. ഞാൻ ഈ കഥ അങ്ങോട്ട് വായിക്കാൻ തുടങ്ങിയ സമയത്ത് ആ ഒരു സീറ്റിന്റെ എഡ്ജിലേക്ക് അറ്റത്ത് വന്നിരുന്നിക്കുന്ന ആ ഒരു അനുഭവമാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്രമാത്രം ഇനി എന്ത് എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാക്കാൻ ആ സ്റ്റോറിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. The blend of suspense, fear and unexpected events makes it a must read. The blend എന്ന് പറഞ്ഞാൽ എന്താ? I heard 1000 blended notes നമ്മൾ ലൈൻസ് റിട്ടേൺ ഏർലി സ്പ്രിംഗിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ബ്ലെൻഡ് മിക്സ്ചർ അല്ലേ. സോ ദ മിക്സ്ചർ ഓഫ് സസ്പെൻസിന്റെയും ഫിയർ പേടിയുടെയും അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്സ് അപ്രതീക്ഷിത സംഭവങ്ങളുടെയും ആ ഒരു ബ്ലെൻഡ്, ആ ഒരു മിക്സ്ചർ മേക്സ് ഇറ്റ് എ മസ്റ്റ് റീഡ്. എന്തായാലും ഈ സ്റ്റോറി എന്ത് ചെയ്തേ പറ്റൂ? വായിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് നമ്മളെ മാറ്റും. I highly recommend giving it a go. You won't be disappointed. നീ നിർബന്ധമായിട്ടും ഇതെന്ത് ചെയ്യണമെന്ന് വായിക്കണം. You won't be disappointed. ഈ കഥ വായിച്ചു കഴിഞ്ഞാൽ നീ ഒരിക്കലും എന്ത് ചെയ്യപ്പെടൂല? നിരാശപ്പെടൂല. വായിച്ചിട്ട് എന്ത് ചെയ്തോ? അടിച്ചു പൊളിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സോ ലുക്കിംഗ് ഫോർവേഡ്, അവസാനിപ്പിക്കുകയാണ്. ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ് യുവർ തോട്ട്സ് ആഫ്റ്റർ യു ഹാവ് ഹാഡ് എ ചാൻസ് ടു റീഡ് ഇറ്റ്. ഇനി അത് വായിച്ചതിന് ശേഷമുള്ള ആ ഒരു എക്സ്പീരിയൻസ്, നിന്റെ ചിന്തകൾ എന്താണെന്ന് അറിയാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ലുക്കിംഗ് ഫോർവേഡ്, ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഐ എം ഓൾസോ വെയിറ്റിംഗ് ടു ഹിയറിംഗ് ഫ്രം യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് സ്റ്റോറി. ഈ കഥയെക്കുറിച്ച് നിന്റെ അഭിപ്രായം അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. വാം റിഗാർഡ്സ്. എഴുതിയ ആളുടെ പേര് എൻ്റെ പേരാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, നോ വറീസ്, അക്ഷയ്. ആൻഡ് ഒപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? സംഗതി അവസാനിച്ചു. സോ വാം റിഗാർഡ്സ് എന്ന് പറഞ്ഞു കൊടുക്കണം. എഴുതിയ ആളുടെ പേര് ആൻഡ് സിഗ്നേച്ചർ സൈനോട് കൂടിയിട്ട് എന്ത് ചെയ്യുക? അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പേഴ്സണൽ ലെറ്ററിന്റെ എന്തായി കഴിഞ്ഞു? ഒരു മോഡൽ ആയി കഴിഞ്ഞു. അപ്പൊ 6 മാർക്കിന് ഈ ഒരു ലെറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സെൻഡേഴ്സ് അഡ്രസ് വിത്തൗട്ട് എ നെയിം കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, ഒരു സല്യൂട്ടേഷൻ കൊടുക്കുക, ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്, ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാരഗ്രാഫോ 2 പാരഗ്രാഫോ കൊടുക്കുക, കൺക്ലൂഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ എഴുതിയ ആളുടെ പേരും സിഗ്നേച്ചറും എല്ലാം ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? എഴുതി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്കത് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതാണ് ലെറ്ററിന്റെ മോഡൽ എന്ന് പറയുന്നത്. നമ്മുടെ ലൈവ് ചാറ്റിൽ സ്ഥിരം ഉള്ള ആളുകളൊന്നും കാണുന്നില്ല, എല്ലാവരും തിരക്കിലാണെന്ന് തോന്നുന്നു. ഏതായാലും ആ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനാ നിങ്ങൾ ഇനിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിർബന്ധമായിട്ടും എന്ത് ചെയ്തോളണം? എഴുതി കൊടുക്കണം. ഇത്തരത്തിലൊക്കെ എഴുതി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നോ വറീസ്, യാതൊരു തരത്തിലുള്ള പേടിയും വേണ്ട. നല്ലതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് എഴുതി നോക്കണം. നിർബന്ധമായിട്ടും സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കണം. അങ്ങനെ എഴുതി നോക്കിയാൽ മാത്രമേ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ എന്താവുള്ളൂ? ഇംപ്രൂവ് ആവുള്ളൂ. അത് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ മക്കൾ എന്ത് ചെയ്യണം. അപ്പൊ സ്വന്തമായിട്ട് എഴുതി നോക്കാം. അങ്ങനെ എഴുതി നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെയുള്ള ലെറ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോലെ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നോക്കിക്കോ. The homeopath in the story, the snake and the mirror, found his room cleaned out by a thief when he came back the next day. അപ്പോൾ ഈ നമ്മുടെ കഥയിലെ ഒരു ഹോമിയോപ്പതി അല്ലെ, സ്നേക്ക് ആൻഡ് മിററിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ്? 6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ the homeopath in the story, the snake and the mirror, found his room cleaned out by a thief when he came back the next day. ഓടി രക്ഷപ്പെട്ട് തിരിച്ചു വന്നതിന് ശേഷം തന്റെ വീട്ടിലേക്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ വരുന്നുണ്ട് അല്ലെ. എന്തിനാ? എല്ലാ സാധനങ്ങളും അവിടുന്ന് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ വന്ന സമയത്ത് ആ റൂം ആകെ ക്ലീൻ ചെയ്ത് വെച്ചതായിട്ട് നമ്മുടെ ഹോമിയോപ്പതി മനസ്സിലാക്കി. യു മീറ്റ് ഹിം ആഫ്റ്റർ ദിസ് ഇൻസിഡന്റ്. അപ്പൊ അതിനുശേഷം നിങ്ങൾ ഹോമിയോപ്പതിനെ കണ്ടു എന്ന് വിചാരിക്കുക.
പ്രിപ്പയർ എ സെറ്റ് ഓഫ് 6 ക്വസ്റ്റ്യൻസ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ആസ്ക് ഹിം. അങ്ങനെ കണ്ടാൽ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 6 ചോദ്യങ്ങൾ 2022 മാർച്ച് SSLC ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഒരു 6 ചോദ്യങ്ങൾ ആരോട് ചോദിക്കാൻ സാധ്യതയുള്ള? ഹോമിയോപ്പതിനോട് ചോദിക്കാൻ സാധ്യതയുള്ള 6 ചോദ്യങ്ങൾ മാത്രം മതി, ഉത്തരത്തിന്റെ ആവശ്യം ഇല്ല. ഓൺലി 6 ക്വസ്റ്റ്യൻസ്. എന്തൊക്കെയാണ് നമുക്ക് ചോദിക്കാൻ പറ്റുക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what was your immediate reaction upon discovering that your room had been cleaned out by a thief? നിങ്ങളുടെ റൂം കള്ളന്മാർ വന്ന് മൊത്തത്തിൽ അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്ന് അറിഞ്ഞ സമയത്ത് വാട്ട് വാസ് യുവർ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ? പെട്ടെന്നുള്ള നിങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? റിയാക്ഷൻ എന്തായിരുന്നു? ഒരു ചോദ്യം നമുക്ക് അങ്ങനെ ചോദിക്കാം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, can you recall any specific items that were taken and were there any sentimental valuable among them? ഏതെങ്കിലും ഒരു സാധനം, മോഷ്ടിക്കപ്പെട്ട ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? ഒരു സ്പെസിഫിക് ഐറ്റം ഏതെങ്കിലും ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? ആൻഡ് വേർ ദർ എനി സെന്റിമെന്റൽ ഓർ വാല്യുബിൾ എമംഗ് ദം? നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള സെന്റിമെന്റൽ ആയിട്ടുള്ള എന്തെങ്കിലും വസ്തു ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കാൻ പറ്റും. അപ്പൊ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് സെന്റിമെന്റൽ ആകുന്നു എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചോദ്യങ്ങളെ മാറ്റാം. ഹൗ ഡിഡ് യു ഫീൽ വെൻ യു ഫൗണ്ട് യുവർ ബിലോങ്ങിങ്സ് ഗോൺ? നിങ്ങളുടെ എല്ലാ സാധനങ്ങളും ബിലോങ്ങിങ്സ് എല്ലാം പോയി എന്ന് കണ്ട സമയത്ത് ഹൗ ഡിഡ് യു ഫീൽ? നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ആണ് അപ്പോൾ ഉണ്ടായത്? അല്ലെ, അവൻ്റെ സാധനങ്ങളെല്ലാം വേറെ വല്ലവനും അടിച്ചു മാറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് അതൊരു സ്വാഭാവികമായിട്ടും സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ എന്ത് ഫീലിംഗ് ആണ് അപ്പൊ തോന്നിയത് എന്ന് ചോദിക്കാം. നാലാമത്തെ ചോദ്യം, were there any clues or signs that indicated a break-in or did the thief leave any peculiar evidence behind? അപ്പോൾ were there അവിടെ ഉണ്ടായിരുന്നു എന്ത്? clues or signs that indicated a break-in. വല്ല വാതിലോ ജനലോ മറ്റോ തകർത്ത് കയറിയതിന്റെ എന്തെങ്കിലും ക്ലൂവോ അല്ലെങ്കിൽ സൂചനകളോ അവിടെ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ did the thief leave any peculiar evidence behind? എന്തെങ്കിലും തെളിവ് അവിടെ ഇട്ടിട്ടാണോ നമ്മുടെ ആര് ഹോമിയോപ്പത് ആ തീഫ് അല്ലെ കള്ളന്മാർ അവിടുന്ന് പോയത് എന്നുള്ളൊരു ചോദ്യം നമുക്കിവിടെ ചോദിക്കാം. ഒക്കെ മോഡലാണ്. ഇതിൻ്റെയൊക്കെ നല്ല ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും, ഉണ്ടാക്കണം. അടുത്തത്, did you report the incident to the authorities and if so what steps have been taken to investigate the theft? അതോറിറ്റി അതായത് പോലീസിനൊക്കെ നിങ്ങൾ ഈ സംഭവം അറിയിച്ചോ? ഇനി അറിയിച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് സ്റ്റെപ്സ് ഹാവ് ബീൻ ടേക്കൺ ടു ഇൻവെസ്റ്റിഗേറ്റ് ദ തെഫ്റ്റ്? ആ ഒരു മോഷണത്തെ കുറിച്ച് കണ്ടെത്താൻ അവരെന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നുള്ളൊരു ചോദ്യം നമുക്ക് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, were there any neighbors or witnesses who might have seen anything suspicious around your place during the time of the theft? അപ്പോൾ ഏതെങ്കിലും അയൽക്കാരനോ അല്ലെങ്കിൽ ദൃക്സാക്ഷികളോ അവിടെ ഉണ്ടോ? എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സംശയം തോന്നത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും നിങ്ങളുടെ വീടിനും അതിന്റെ പരിസരത്തും ഉള്ളതായിട്ട് കണ്ട അയൽക്കാരോ അല്ലെങ്കിൽ എന്തെങ്കിലും ദൃക്സാക്ഷികളോ ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയുമോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, do you suspect any specific individuals who might have been involved or do you think the theft was a random occurrence? നിങ്ങൾക്ക് ആരെങ്കിലും ഏതെങ്കിലും ഇൻഡിവിജ്വലിനെ സംശയമുണ്ടോ? ഇതിൽ ഉണ്ടാവാൻ ഇങ്ങനെ ഒരു ഇയാൾ ഇന്ന സ്ഥലത്തേക്ക് ഓടിപ്പോയിട്ടുണ്ട്, വാതിൽ പോലും ക്ലോസ് ചെയ്യാതെ ഇങ്ങനെ ഒരാൾ ഓടിപ്പോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അറിയാവുന്ന ആരെങ്കിലും ആണോ? അല്ലെങ്കിൽ ആരെങ്കിലും സംശയമുണ്ടോ? അല്ലെങ്കിൽ ഡു യു തിങ്ക് ദ തെഫ്റ്റ് വാസ് എ റാൻഡം ഒക്കറൻസ്? ആ ഒരു സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു മോഷണമായിട്ടാണോ നിങ്ങൾ ഇതിനെ കാണുന്നത് എന്നുള്ളൊരു ചോദ്യവും നമുക്ക് എന്ത് ചെയ്യാം? ഈ മോഷണവുമായി ബന്ധപ്പെട്ട് ഹോമിയോപ്പതിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഐ ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് യു 7 ക്വസ്റ്റ്യൻസ്. 6 ചോദ്യമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒരു അഡീഷണൽ ആയിട്ട് ഒരു 7ാമതൊരു ചോദ്യം കൂടി ആഡ് ചെയ്തിട്ട് 7 ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. റെഡി ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? 6 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വെക്കാം. ചിലപ്പോൾ മാർത്തയെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടുന്ന സമയത്ത് ചോദിക്കാൻ സാധ്യതയുള്ള 7 ചോദ്യങ്ങളാവാം. അതും അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റർ ജോണിനെ ഇന്റർവ്യൂ ചെയ്യാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആവാം. അല്ലെങ്കിൽ അഡീച്ചിയെ ചിമമണ്ട നിങ്കോസി അഡീച്ചിയെ നമുക്ക് എന്ത് ചെയ്തു? ആ ഒരു സ്പീച്ചിന് ശേഷം ഇന്റർവ്യൂ ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാവാം. ഒക്കെ എന്താവാം? നമുക്ക് ക്വസ്റ്റ്യനറായിട്ട് വരാം. ഇങ്ങനെ ഏത് വന്നാലും നല്ല അടിപൊളിയായിട്ടുള്ള എസ് ഓർ നോയും WH ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? തയ്യാറാക്കണം. അതിനൊരു മോഡലാണ് ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്? നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. റെഡിയാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാഭാവികമായിട്ടും യൂണിറ്റ് 1 വരുന്ന മറ്റൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ആണ്. അതിലെ ഏതാനും വരികൾ തന്നിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 5 ചോദ്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള 5 ചോദ്യങ്ങളാണ്. നോക്കാം.
Read the lines from the poem, lines written in early spring, and answer the questions that follow. അറിയുന്നതാണ്, പരിചയമുള്ളതാണ്. എന്താണ്? Through primrose stuff in that green bower, the periwinkle trailed its wreaths. And this my faith that every flower enjoys the air it breathes. The birds around me hopped and played, their thoughts I cannot measure. But the least motion which they made, it seemed a thrill of pleasure. ആദ്യത്തെ രണ്ട് സ്റ്റാൻസയാണ് കൊടുത്തിട്ടുള്ളത്. സോറി, ആദ്യത്തെ രണ്ട് സ്റ്റാൻസയല്ല, യെസ്, തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റാൻസ് അല്ലേ. അപ്പോൾ അതിനുള്ള ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വേർ ഡിഡ് ദ പെരിവിങ്കിൾ ട്രെയിൽ ഇറ്റ്സ് റീത്ത്? എവിടെയാണ് ആ പെരിവിങ്കിൾ എന്ന് പറയുന്ന ഫ്ലവർ അതിൻ്റെ അതെവിടെയാണ് ഗ്രോ ചെയ്യുന്നത്? ട്രെയിൽ ഇറ്റ്സ് റീത്ത്, ആ ഒരു പൂക്കളെ കൊണ്ടുള്ള ആ ഒരു റീത്ത് ഫോം ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ് ആ ഒരു ത്രൂ പ്രിംറോസ് സ്റ്റഫ് ഇൻ ദാറ്റ് ഗ്രീൻ ബോവർ ദ പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീത്ത്. അപ്പൊ ആൻസറിന് നമുക്ക് എങ്ങനെ കൊടുക്കാം? ത്രൂ പ്രിംറോസ് സ്റ്റഫ് ഇൻ ദാറ്റ് ഗ്രീൻ ബോവർ. അപ്പൊ ആൻസർ എഴുതുന്ന സമയത്ത് ദ പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീത്ത് ത്രൂ പ്രിംറോസ് സ്റ്റഫ് ഇൻ ദാറ്റ് ഗ്രീൻ ബോവർ എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റും. ആണല്ലോ, ആൻസർ വരുന്നൊരു ഭാഗമുണ്ട്, ആ സമയത്ത് നിങ്ങൾക്ക് നോക്കണം കേട്ടോ. വാട്ട് ഈസ് ദ ഫെയ്ത്ത് ഓഫ് ദ പോയറ്റ്? നമ്മുടെ പോയറ്റിന്റെ ഫെയ്ത്ത്, വിശ്വാസം എന്താണ്? എന്താണ് വിശ്വാസം? ദിസ് മൈ ഫെയ്ത്ത് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ്സ് ദി എയർ ഇറ്റ് ബ്രീത്ത് എന്ന് പറയുന്ന ലൈൻ വരുന്നുണ്ട്. അപ്പൊ എന്താ? ദ പോയറ്റ്സ് ഫെയ്ത്ത് ഈസ് ദാറ്റ് എവറി ഫ്ലവർ ഇൻ നേച്ചർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്, അല്ലെങ്കിൽ ഫൈൻഡ്സ് എൻജോയ്മെന്റ് ഇൻ നേച്ചർ. ഓരോ ഫ്ലവറും അല്ലേ, നേച്ചറിലുള്ള ഓരോ ഫ്ലവറും അത് ശ്വസിക്കുന്ന വായുവിൽ പോലും സന്തോഷം കണ്ടെത്തുന്നു പറഞ്ഞാൽ ദേ ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ നേച്ചർ. പ്രകൃതിയിൽ സന്തോഷം കണ്ടെത്താൻ ഓരോ ഫ്ലവറും ശ്രമിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന്റെ ആൻസറുമായി. Their thoughts I cannot measure. Who is the I referred to here? അവരുടെ തോട്ട്സ് എനിക്ക് മെഷർ ചെയ്യാൻ, അളക്കാൻ പോലും കഴിയില്ല എന്ന് പറയുന്ന ആ വരിയിലെ ഐ ആരാണ്? സ്വാഭാവികമായിട്ടും ഐ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? പോയറ്റ് ആണ്. അപ്പൊ പോയറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ ആൻസർ ആയി. വാട്ട് ഡസ് ദ പോയറ്റ് അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ ലീസ്റ്റ് മോഷൻ ഓഫ് ദ ബേർഡ്സ്? പക്ഷികളുടെ ആ ഒരു ചെറിയ ചലനത്തിൽ നിന്ന് പോലും, അല്ലെങ്കിൽ ആ ചെറിയ ചലനത്തിൽ എന്താണ് പോയറ്റിന് മനസ്സിലായത്? എന്താ അദ്ദേഹത്തിന് മനസ്സിലായത്? Their thoughts I cannot measure, but the least motion which they made, it seemed a thrill of pleasure എന്ന് പറയുന്ന വരിയെ നമ്മളൊന്ന് സെന്റൻസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ there is a thrill of pleasure in the least motion which the birds made. പക്ഷികളുടെ ചെറിയ ആ ചലനത്തിൽ പോലും എന്തുണ്ട്? ത്രിൽ ഓഫ് പ്ലഷർ, ആനന്ദമുണ്ട് അല്ലെങ്കിൽ സന്തോഷമുണ്ട് എന്നാണ് ആർക്ക് മനസ്സിലാവുന്നത്? പോയറ്റിന് മനസ്സിലാവുന്നത് എന്നുള്ള സെന്റൻസ് നമുക്ക് എഴുതി കൊടുക്കാനായിട്ട് സാധിക്കണം. പിന്നെ സ്വാഭാവികമായിട്ടും പോയറ്റിക് ഡിവൈസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നൊരു ചോദ്യം ഉണ്ടാകാറുണ്ട്, ഫൈൻഡ് ഔട്ട് ദ റൈം സ്കീം ഓഫ് ദ ഫസ്റ്റ് സ്റ്റാൻസ. തന്നിരിക്കുന്ന ആദ്യ സ്റ്റാൻസയുടെ റൈം സ്കീം കണ്ടെത്തണം. അപ്പൊ എങ്ങനെയാ കണ്ടെത്തുക? ബോവർ അല്ലെ, ആദ്യ സ്റ്റാൻസ് തുടങ്ങുന്ന വേർഡ് ബോവർ ആണ്. നമ്മൾ എന്ത് ചെയ്തു? എ എന്ന് പറയുന്ന ലെറ്റർ അവിടെ കൊടുക്കും. റീത്സ്, ഇവിടെ ബോവർ റ് സൗണ്ടിൽ അവസാനിക്കുന്നു, റീത്സ് എന്ന് പറയുന്നത് സ് സൗണ്ടിൽ അവസാനിക്കുന്നു. അതുകൊണ്ട് ഇതിന് നമ്മൾ ബി എന്ന് പറയുന്ന ലെറ്റർ കൊടുക്കും. ബോവറിന് നമ്മൾ എ കൊടുത്തത് കൊണ്ട് ഫ്ലവറിനും നമുക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും? എ എന്ന് കൊടുക്കാൻ സാധിക്കും. റീത്സ് എസിൽ സ് സൗണ്ടിൽ അവസാനിക്കുന്നു, ബി ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ബ്രീത്സിന് നമ്മൾ എന്ത് കൊടുക്കും? ബി എന്ന് കൊടുക്കും. അപ്പൊ നമ്മൾ ഓർഡറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എന്ത് കിട്ടി? എ ബി എന്ന് കിട്ടും. അപ്പൊ റൈം സ്കീം ഓഫ് ദ ഫസ്റ്റ് സ്റ്റാൻസ ഓഫ് ദിസ് ഗിവൺ ലൈൻസ് ഇസ് എ ബി എന്ന് നമുക്ക് കിട്ടിയില്ലേ? എ ബി എന്ന് കിട്ടും. ഈസിയാണ്. റൈം സ്കീം ഒക്കെ നമ്മൾ തവണ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് സ്പീഡ് ആക്കിയത്. കുഴപ്പമില്ലല്ലോ, ഇല്ല. അപ്പൊ ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് എന്ത് ചെയ്യുക? ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ പോസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദ പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീഡ്സ് ത്രൂ ദ പ്രിംറോസ് സ്റ്റഫ്. എന്തായിരുന്നു പോയറ്റിന്റെ ഫെയ്ത്ത്? ദ പോയറ്റ്സ് ഫെയ്ത്ത് ഈസ് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ്സ് ദി എയർ ഇറ്റ് ബ്രീത്ത്. ആരാണ് ഐ? ദ പോയറ്റ് ആണ് ഐ എന്നുള്ളത് ഉദ്ദേശിച്ചത്. On seeing the least motion of the birds, the poet understand that the birds are happy. ആ ഒരു ലീസ്റ്റ് മോഷനിൽ കണ്ടതോട് കൂടിയിട്ട് പക്ഷികളുടെ ചെറിയ ചലനത്തിൽ പോലും അദ്ദേഹത്തിന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു? The birds are happy. പക്ഷികൾ എന്താണ് പ്രകൃതിയിൽ? സന്തോഷവാന്മാരാണെന്ന് മനസ്സിലായി. Then the rhyme scheme A B. അപ്പോൾ ഒരു ലൈൻസ് റിട്ടണിന്റെ ആ ഒരു ക്വസ്റ്റിനോട് കൂടിയിട്ട് എല്ലാ ചാപ്റ്ററിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് കണ്ണോടിച്ച് ചില ചോദ്യങ്ങളൊക്കെ നമ്മളൊന്ന് പരിചയപ്പെട്ടു അല്ലേ? അപ്പോൾ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു സംഗതി എന്ന് പറയുന്നത് ഇതിന്റെ അപ്രിസിയേഷൻ ആണ്. ലയൺസ് റിട്ടൺ ഏർലി സ്പ്രിങ്ങിന്റെ അപ്രിസിയേഷൻ നമ്മൾ ഒരു തവണ ചെയ്തത് കൊണ്ട് ആ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നത് കൊണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, തൽക്കാലം ഇന്നത്തെ വീഡിയോയിൽ PYQ സെക്ഷനിൽ ഞാൻ അത് ആഡ് ചെയ്യുന്നില്ല. പക്ഷെ പിന്നീട് ഒരു അവസരത്തിൽ എല്ലാ പോയത്തിന്റെ അപ്രിസിയേഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാ പോയത്തിനും കൊടുക്കാൻ പറ്റുന്ന, എല്ലാ പോയത്തിനും കൊടുക്കാൻ പറ്റുന്ന ഒരു അപ്രിസിയേഷൻ മോഡലുമായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഏതായാലും ഇത്രയും ചോദ്യങ്ങൾ, ഡിസ്കോഴ്സ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത സ്ഥിതിക്ക് ഒരു ഗ്രാമർ ടോപ്പിക്കും കൂടി നമുക്ക് എന്ത് ചെയ്യാം,
ഒന്ന് ആഡ് ചെയ്യാം. സോ റിപ്പോർട്ട് ദ ഫോളോവിങ് ഡയലോഗ് എന്ന് പറയുന്ന ഒരു ഗ്രാമർ ടോപ്പിക്കും കൂടി ഇന്നത്തെ PYQ സെക്ഷനിൽ ഞാൻ ആഡ് ചെയ്യാണ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ റിപ്പോർട്ട് ദ ഫോളോവിങ് ഡയലോഗ്. എന്താണ് ഡയലോഗ്? എ ഫ്രണ്ട്സ്, വൈ ആർ യു വറീഡ്? വൈ ആർ യു വറീഡ്? അപ്പൊ ഹോമിയോപ്പതിന്റെ മറുപടി എ സ്നേക്ക് കോയിൽഡ് അറൗണ്ട് മൈ ആം എന്നുള്ള മറുപടി. സ്വാഭാവികമായിട്ടും ഇങ്ങനെ AB 2 ചോദ്യങ്ങൾ തരും. എ ഫ്രണ്ട് ആസ്ക്ഡ് ദ ഹോമിയോപ്പത്. ഫ്രണ്ട് ഹോമിയോപ്പതിനോട് ചോദിച്ചു, ബാക്കി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഹോമിയോപ്പത് റിപ്ലൈഡ് ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്ലൈ നമ്മൾ കൊടുക്കണം. ആണല്ലോ. അപ്പോ എന്ത് ക്വസ്റ്റിനാ? വൈ ആർ യു വറീഡ് എന്ന് പറയുമ്പോൾ എന്ത് ക്വസ്റ്റിനാ മക്കളെ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ? അല്ല. എന്ത് ക്വസ്റ്റ്യൻ ആണ്? WH ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ടുള്ള വൈയിൽ തുടങ്ങുന്നതുകൊണ്ട് ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോ WH ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്ന രീതി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ആ ഒരു സെക്കൻഡ് ടേം എക്സാമിന്റെ തലേ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. WH ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാ? എ ആസ്ക്ഡ് ബി എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങും അല്ലെ? എ ആസ്ക്ഡ് ബി എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ആ ഒരു WH ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ചേർത്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റിനെ ചേർത്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബിനെ ചേർത്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വെർബിനെ എഴുതി കൊടുക്കുന്ന ഒരു രീതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ക്വസ്റ്റ്യൻ വേർഡ് ആരാ? വൈ ആണ്. ഇവിടുത്തെ ഓക്സിലറി വെർബ് ആരാ? ആറാണ്. അപ്പൊ അത് നമുക്കറിയാം. ആം ഈസ് ആർ എന്ന് പറയുന്ന ഓക്സിലറി വെർബുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, ആം ഈസ് ആർ എന്ന് പറയുന്ന ഓക്സിലറി വെർബുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ ഈദർ വാസ് അല്ലെങ്കിൽ വേർ ആയിട്ട് മാറും എന്ന് നമുക്കറിയാം. ഇത്രയും ചേഞ്ചസ് ഒക്കെ നമ്മൾ അറിയണം. അറിഞ്ഞാൽ മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ഒന്ന് പറയാം. എങ്ങനെയാ? എ ഫ്രണ്ട് ആസ്ക്ഡ് ദ ഹോമിയോപ്പത്ത്. എ ഫ്രണ്ട് ആസ്ക്ഡ് ദ ഹോമിയോപ്പത്ത്. ഇനി ആരെയാണ് എഴുതേണ്ടത്? എ ആസ്ക്ഡ് ബിക്ക് പകരം ഇവിടെ സംഗതി വന്നു. എ ഫ്രണ്ട് ആസ്ക്ഡ് ദ ഹോമിയോപ്പത്ത് എഴുതി കഴിഞ്ഞു. ഇനി കൊടുക്കേണ്ടത് ആരെയാണ്? WH ക്വസ്റ്റ്യൻ വേർഡ് ആരാ? വൈ ആണ്. അതിങ്ങോട്ട് എടുത്ത് എഴുതി വൈ. വൈ. ഇനി എഴുതേണ്ടത് ആരെയാണ്? ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ സബ്ജക്റ്റിനെ നമ്മൾ എഴുതി കൊടുക്കണം. ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് ആരുണ്ട്? യു എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് അല്ലേ? വൈ ആർ യു വറീഡ്? നീ എന്താണ് ആകെ വറീഡ് ആയിട്ടിരിക്കുന്നത്? അപ്പൊ നീയാണ് അവിടുത്തെ സബ്ജക്റ്റ്. ഇവിടെ യു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോമിയോപ്പതിനെ അല്ലേ? അപ്പൊ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നീ എന്നുള്ളത് അദ്ദേഹം എന്നായിട്ട് മാറും അല്ലേ? ഫ്രണ്ട് ഹോമിയോപ്പതിനോട് ചോദിച്ചു, അദ്ദേഹം എന്താണ് ആകെ ഇടങ്ങേറായിട്ട് നിൽക്കുന്നത്? അപ്പൊ അദ്ദേഹം, അവിടെ യു എന്നുള്ളത് അദ്ദേഹം എന്നായിട്ട് മാറുന്ന സമയത്ത് സബ്ജക്റ്റ് എന്തായിട്ട് മാറി? ഹി ആയിട്ട് മാറി. സോ വൈ ഹി എന്ന് കിട്ടി. ഇനി നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ആരെയാണ്? ഓക്സിലറി വെർബിനെ എഴുതി കൊടുക്കണം. ആരാണ് ഈ ഓക്സിലറി വെർബ്? ആറാണ്. ആമിസാർ എന്താവുന്ന പഠിച്ചത്? വാസ്വർ ആവും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കൂടെ നമുക്ക് ആരെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? വാസിനെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിനെയും ഇങ്ങോട്ട് എടുത്ത് എഴുതി വൈ ഹി വാസ്. ഇനി എഴുതേണ്ടത് ആരെയാണ്? വെർബിനെയാണ്. ഇവിടെ ആമിസാറിന്റെ കേസിൽ എന്തിനെ മാറ്റേണ്ട ആവശ്യമില്ല, വെർബിനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഈ ഒരു ക്വസ്റ്റിനകത്ത് വറീഡ് എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് വെർബ്. സോ ആ ഒരു വേർഡിനെ എടുത്ത് എഴുതിയാൽ മതി. അതുകൊണ്ട് എന്തായി? വറീഡ് എന്നിവിടെ കിട്ടും. വറീഡ്. So why he was worried. A friend asked the homeopath why he was worried എന്ന് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? കിട്ടും. ഒരു മാർക്കായി. ഇനി റിപ്ലൈ എഴുതുന്ന സമയത്ത് എന്താണോ നമ്മുടെ റിപ്ലൈ അതേ ഓർഡറിൽ തന്നെയാണ് നമുക്ക് എഴുതേണ്ടത്. ചേഞ്ച് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ ഹോമിയോപ്പത്ത് റിപ്ലൈഡ്. റിപ്ലൈഡിന്റെ കൂടെ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കണം? ദാറ്റ് ചേർത്ത് കൊടുത്തിട്ട് എഴുതാം. അപ്പോ റിപ്ലൈഡ് ദാറ്റ്. എന്താണ് റിപ്ലൈ? എ സ്നേക്ക് കോയിൽഡ് അറൗണ്ട് മൈ ആം. അപ്പൊ ഇവിടെ ചേഞ്ച് വരുന്നത് കോയിൽഡിനാണ്. ഈ കോയിൽഡ് എന്ന് പറയുന്നത് ഒരു V2 ആണ്. കോയിൽഡ് എന്ന് പറയുന്നത് എന്താണ്? V2 ആണ്. അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ നിയമപ്രകാരം V2 എന്നുള്ളത് എന്തായിട്ട് മാറുന്ന പഠിച്ചിട്ടുള്ളത്? ഹാഡ് പ്ലസ് V3 ആയിട്ട് മാറണം. എന്തായിട്ട് മാറണം? ഹാഡ് പ്ലസ് V3 ആയിട്ട് മാറണം. അപ്പോ V2 ഹാഡ് പ്ലസ് V3 ആവുമ്പോ കോയിൽഡ് എന്നുള്ളത് ഹാഡ് പ്ലസ് V3 ആയിട്ട് മാറണ്ടേ? അപ്പോ ഹാഡ് കോയിൽഡിന്റെ V3 എന്ത് തന്നെയാണ്? കോയിൽഡ് തന്നെയാണ്. അപ്പൊ ഹാഡ് കോയിൽഡ് എന്ന് നമുക്ക് കിട്ടും. അപ്പൊ എഴുതാം ഹോമിയോപ്പത്ത് റിപ്ലൈഡ് ദാറ്റ് എ സ്നേക്ക്. എ സ്നേക്ക്. V2 പകരം എന്ത് വരണം? ഹാഡ് പ്ലസ് V3 വരണം. അപ്പൊ എ സ്നേക്ക് ഹാഡ്. കോയിൽഡിന്റെ V3 എന്ത് തന്നെയാണ്? കോയിൽഡ് എന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കോയിൽഡ്. എ സ്നേക്ക് ഹാഡ് കോയിൽഡ് എറൗണ്ട്. എന്റെ കൈകൾ എന്നുള്ളത് എന്തായിട്ട് മാറും? അദ്ദേഹത്തിന്റെ കൈകൾ എന്നായിട്ട് മാറണ്ടേ? അപ്പൊ മൈ എന്നുള്ളത് എന്തായിട്ട് മാറി? ഹിസ് എന്നായിട്ട് മാറി. സോ ഹിസ് ആം എന്ന് കിട്ടും. ഓക്കെ. സോ ഹോമിയോപ്പത്ത് റിപ്ലൈഡ് ദാറ്റ് എ സ്നേക്ക് ഹാഡ് കോയിൽഡ് അറൗണ്ട് ഹിസ് ആം എന്ന് പറയുന്ന ഈസി ആയിട്ടുള്ള ചേഞ്ചും നമുക്ക് കിട്ടി. ദേ ആൻസർ.
A friend asked the homeopath why he was worried. Homeopath replied that a snake had coiled around his arm എന്ന് പറയുന്ന ആ രീതിയിലേക്ക് നമുക്ക് റിപ്പോർട്ട് ചെയ്താൽ ഈസി ആയിട്ട് എത്ര മാർക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടഡ് സ്പീച്ചിലെ ചേഞ്ച് ചെയ്യാനൊന്ന് ഒന്നും കൂടി കാണിക്കാം. നമുക്ക് 2 ചേഞ്ച് ആയിരുന്നു ഈ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നെന്താണ് ആം, ഈസ്, ആർ. റിപ്പോർട്ടഡ് സ്പീച്ചിൽ ക്വസ്റ്റ്യനിൽ ആമീസ് ആർ വരുന്ന സമയത്ത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ആയി എഴുതുന്ന സമയത്ത് അതിനെ ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ വേർ ആയിട്ട് മാറ്റണം. അപ്പോൾ എവിടെയാണ് വാസ് ഉപയോഗിക്കുക, എവിടെയാണ് വേർ ഉപയോഗിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഹി, ഷീ, ഇറ്റ് തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റിന്റെ കൂടെ വാസും പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടുള്ള യു, വി, ദേ, മൈ ഫ്രണ്ട്സ് എന്നൊക്കെ വരുന്ന സമയത്ത് വേറിനെയും നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ആമീസ് ആർ എന്തായിട്ട് മാറി, വാസ് വേർ ആയിട്ട് മാറി. അങ്ങനെയാണ് എ ഫ്രണ്ട് ആസ്ക്ഡ് ദ ഹോമിയോപ്പത്ത് വൈ ഹി ആർ എന്തായത് വാസ് ആയിട്ട് മാറുന്നത്. ഇനിയുള്ള ചേഞ്ച് എന്തായിരുന്നു, V2 ആണ് അല്ലെ. V2 എന്താവണമെന്നാ പറഞ്ഞത്, ഹാഡ് പ്ലസ് V3 ആണ്. ഹാഡ് പ്ലസ് V3യിലേക്കാണ് എല്ലാ V2വിനെയും നമ്മൾ എന്ത് ചെയ്യുക, മാറ്റാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെന്റ് അല്ലെ, വെന്റ് എന്ന് പറയുന്നത് ഗോ എന്ന് പറയുന്ന V1ന്റെ V2 ആണല്ലോ വെന്റ്. അതിന്റെ V3 എന്താ, ഗോൺ ആണ്. അപ്പൊ വെന്റ് എന്ന് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് സ്പീച്ചിൽ വരുമ്പോൾ അത് ഇൻഡയറക്റ്റിലേക്ക് മാറുമ്പോൾ എന്തായിട്ട് മാറും, ഹാഡ് ഗോൺ എന്നായിട്ട് മാറും. അതുപോലെ കോയിൽഡ് എന്ന് പറയുന്നത് V2 ആണ്. കോയിൽഡ് എന്ന് പറയുന്നത് V2 ആണ്. അപ്പൊ ആ V2 എന്തായിട്ട് മാറും, ഹാഡ്, കോയിൽഡിന്റെ V3 എന്ത് തന്നെ, കോയിൽഡ് എന്ന് തന്നെയാണ്. അങ്ങനെ ഹാഡ് കോയിൽഡ് എന്നായിട്ട് മാറും. അപ്പൊ ഈ 2 ചേഞ്ചുകളാണ് ആ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടത്. ആ ഒരു ക്വസ്റ്റ്യനിൽ കോയിൽഡ് V2 ആയതുകൊണ്ട് അതിനെ എന്താക്കി മാറ്റി, ഹാഡ് കോയിൽഡ് എന്നാക്കി മാറ്റി. അപ്പോൾ ഇത്രയാണ് യൂണിറ്റ് 1ലെ PYQ ആയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ റിപ്പോർട്ടഡ് സ്പീച്ച് പോയിന്റ് തന്നിട്ട് 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യനെയർ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ ഒരു ലെറ്റർ ചെയ്തു, അതുപോലെ ഒരു ഡയറി ചെയ്തു. അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മളൊരു നരേറ്റീവും ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ PYQ സെക്ഷൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരുന്നവരും ഇനി കാണാൻ പോകുന്ന ആളുകളും ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസർ സ്വന്തമായിട്ടും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. എന്നതിന് ശേഷം മാത്രം നമ്മൾ തന്നിരിക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിൽ വരാൻ പോകുന്ന ഈ ഒരു PDF ആൻസേഴ്സ് നല്ലതുപോലെ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസുകളുടെ വിവിധ രൂപത്തിലുള്ള ചോദ്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും. സോ വി ക്യാൻ സീ ഓൺ ദ നെക്സ്റ്റ് സാറ്റർഡേ വിത്ത് യൂണിറ്റ് 2 PYQ സെക്ഷൻ. Until then, goodbye.